തുല്യം ചൊല്ലാൻ ആരുമില്ലാത്ത രാജാതിരാജാവും കർത്താതികർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ധാരാളം പേർ എനിക്ക് ഫേസ്ബുക്കിലും വാട്സാപ്പിലും മെസ്സേജുകൾ അയക്കുകയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 1986 ജൂലൈ 31 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ZS ലോഹത്ത് പുറപ്പെടുവിച്ച വഞ്ചന, ചതി, കലഹം, കവർച്ച, വിദ്വേഷം, ശത്രുത, ദുഷ്ടത, വെറുപ്പ്, കൊലപാതകം എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ഖുറാനിലെ 24 ആയത്തുകളെ സംബന്ധിച്ചുള്ള സുപ്രധാനമായ ഒരു കോടതി വിധിയെക്കുറിച്ചാണ് പ്രധാനമായും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ഈ കോടതി വിധിയെക്കുറിച്ചുള്ള കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 2026 മെയ് 23 ഞാനും ശ്രീ രാഹുൽ ഈശ്വറും തമ്മിൽ നടന്ന സംവാദം നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ബൈബിളിലെ യേശു തന്നെയോ ഖുർആനിലെ ഈസ എന്നതായിരുന്നു സംവാദ വിഷയം. വാസ്തവത്തിൽ ഈ വിഷയത്തിൽ 10-20 വർഷത്തിലധികമായി ഞങ്ങൾ മുസ്ലിങ്ങളെ സംവാദത്തിന് ക്ഷണിക്കുന്നുണ്ട്. കേരളത്തിലെ 1 കോടിക്ക് മുകളിൽ വരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് നെഞ്ചുറപ്പുള്ള ഒറ്റ ഒരു ഇസ്ലാമിക പണ്ഡിതൻ പോലും ഞങ്ങളുടെ സംവാദക്ഷണം സ്വീകരിക്കാൻ ഇന്നുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. ബൈബിളിലെ യേശു തന്നെയാണ് ഖുറാനിലെ ഈസാ നബി എന്ന് തെളിയിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർക്കെല്ലാം 100-ൽ 101% ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ സംവാദത്തിന് വരാൻ മുസ്ലിം പണ്ഡിതന്മാരാരും തയ്യാറാകാത്തത്. ഏതായാലും മുസ്ലിങ്ങളുടെ അവസ്ഥ കണ്ട് സഹതാപം തോന്നിയത് കൊണ്ടാണോ എന്തോ ഹിന്ദു ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വറാണ് ഈ മാനക്കേടിൽ നിന്നും മുസ്ലിങ്ങളെ രക്ഷിക്കാൻ രംഗത്ത് വന്നത്. സത്യത്തിൽ എനിക്ക് അദ്ദേഹത്തോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ബൗദ്ധിക സത്യസന്ധത അഥവാ ഇൻ്റലക്ച്വൽ ഓണസ്റ്റി എന്ന സംഗതി 7 അയലത്തുകൂടി പോയിട്ടില്ലാത്ത ആളാണ് രാഹുൽ ഈശ്വർ എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയതോടെ ആ ബഹുമാനം നഷ്ടപ്പെട്ടു. അത് ഞാൻ പുറകെ വിശദീകരിക്കാം. രാഹുൽ ഈശ്വറിന് ഞങ്ങൾ അയച്ചു കൊടുത്ത സംവാദ കരാറിൽ സംവാദ വിഷയം എന്താണെന്ന് കൃത്യമായി തന്നെ ഞങ്ങൾ എഴുതിയിരുന്നു. ബൈബിളിലെ യേശു തന്നെയോ ഖുർആനിലെ ഈസ എന്നതാണ് സംവാദ വിഷയം എന്ന്. മാത്രമല്ല സംവാദത്തിൽ ഉപയോഗിക്കുന്ന പ്രമാണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്നും ആ കരാറിൽ ഞങ്ങൾ എഴുതിയിരുന്നു. 1 ബൈബിൾ, 2 ഇസ്ലാമിക പ്രമാണ ഗ്രന്ഥങ്ങൾ. രാഹുൽ ഈശ്വറിന് ആ കരാർ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനോട് യാതൊരു വിധത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രമല്ല പൂർണ്ണമായും അതിന് ഓക്കെ പറയുകയും ചെയ്തു. എന്നാൽ സംവാദവേദിയിൽ വന്നതിന് ശേഷം അദ്ദേഹം വിഷയാവതരണം നടത്തിയത് ബൈബിളിലെ യേശുവിനെക്കുറിച്ചോ ഖുറാനിലെ ഈസയെക്കുറിച്ചോ ആയിരുന്നില്ല. മറിച്ച് പോപ്പ് പറഞ്ഞ യേശുവും ഈസയും, പിന്നെ ഗാന്ധിജിയുടെയും വിവേകാനന്ദൻ്റെയും യേശുവും പാശ്ചാത്യ യൂണിവേഴ്സിറ്റിക്കാരുടെ യേശുവും ഈസയും ഒക്കെയായിരുന്നു. അതല്ലാതെ സംവാദത്തിൻ്റെ ടൈറ്റിലിൽ പറഞ്ഞതുപോലെ ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസയുമായിരുന്നില്ല. സംവാദ കരാറിൽ വേറൊരു കാര്യം കൂടി എഴുതിയിരുന്നു. പൊതുനിബന്ധനകളും പെരുമാറ്റച്ചട്ടവും എന്നതിൻ്റെ താഴെ സംവാദത്തിൽ ഉന്നയിക്കപ്പെടുന്ന വാദങ്ങൾക്കുള്ള തെളിവുകൾ അംഗീകരിക്കപ്പെട്ട പ്രമാണ ഗ്രന്ഥങ്ങളിൽ നിന്നും ആയിരിക്കണം നൽകേണ്ടത് എന്ന് കൃത്യമായിട്ട് കരാറിൽ എഴുതി വച്ചിരുന്നു. അപ്പോൾ ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസയും ഒന്നാണോ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ തെളിവുകൾ ഹാജരാക്കേണ്ടത് ആ അടിസ്ഥാന പ്രമാണങ്ങളായ ബൈബിളിൽ നിന്നും ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമാണ്. സംവാദ കരാറിലെ 13-ാം വകുപ്പിലെ 1-ാം ചട്ടം അത് കൃത്യമായി നിഷ്കർഷിക്കുന്നുമുണ്ട്. എന്നാൽ രാഹുൽ ഈശ്വർ ചെയ്തത് എന്താണ്? സംവാദ നിയമങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് പോപ്പിൻ്റെ ഇടയലേഖനങ്ങളും പിന്നെ കത്തോലിക്ക സഭയുടെയും വത്തിക്കാൻ്റെയും നയതന്ത്ര പ്രസ്താവനകളും പിന്നെ കുറേ യൂണിവേഴ്സിറ്റികളുടെ പഠനങ്ങളും നിരത്തി സമയം കളയുകയാണ് രാഹുൽ ഈശ്വർ ചെയ്തത്. ഇതൊരു സാധാരണ കരാർ ലംഘനമല്ല, മറിച്ച് ഖുറാനിലോ ഇസ്ലാമിക പ്രമാണങ്ങളിലോ സ്വന്തം വാദത്തെ സാധൂകരിക്കുന്ന ഒരൊറ്റ വരി പോലും കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് രാഹുൽ നടത്തിയ ഗതികെട്ട ഒളിച്ചോട്ടമാണ്. ഒളിച്ചോടാതെ നിവൃത്തിയില്ല. കാരണം രാഹുൽ ഈശ്വറിന് ഈ പേപ്പർ തയ്യാറാക്കി കൊടുത്തത് ആരാണെന്നറിയാമോ? നമ്മുടെ സ്പൂണീസ് ഇല്ലേ, മുഹമ്മദ് ഈസയാണ്. അത് മുഹമ്മദ് ഈസ തന്നെ തുറന്നു പറയുന്നുണ്ട്. ക്ലിപ്പ് കേൾക്കാം. അങ്ങനെ ഈ സംവാദം നടക്കുന്നതിന് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഈശ്വർ എന്നെ കോൺടാക്ട് ചെയ്യും.
ഇങ്ങനെ ഒരു സംവാദത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഇതിനകത്ത് ഈസാജിയുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കുന്ന പോലെ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുകയും ഞാൻ പറഞ്ഞു, താങ്കൾ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ക്രൈസ്തവ നേതൃത്വം പറയുന്നതും എല്ലാം ഈ വിഷയത്തിൽ ഒന്ന് തന്നെയാണ്. ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും ചരിത്രത്തിലെ ഒരാളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലാതെ രണ്ട് വ്യക്തികളല്ല. താങ്കളുടെ ആ സ്റ്റാൻഡ് ശരി തന്നെയാണ്. അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നോസ്ട്രേറ്റേറ്റും അതേപോലെ ജെറുസലേം പാത്രിയർക്കീസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്തു. മുഹമ്മദ് ഈസയിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് രാഹുൽ ഈശ്വർ സംവാദത്തിന് വന്നത്. ഈ മുഹമ്മദ് ഈസ ആരാണ്? അത് മുസ്ലിങ്ങൾ തന്നെ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഹമ്മദ് ഈസ പൊതുവായി പറഞ്ഞൊരു മറുപടി, അദ്ദേഹം ഒരു ഖുർആനിക ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്ന്, ഇസ്ലാമിക പണ്ഡിതനല്ലാത്ത ഒരു പരിമിതി അദ്ദേഹത്തിനുണ്ട് എന്ന്. ഖുറാനെ കുറിച്ചോ ഹദീസുകളെ കുറിച്ചോ യാതൊരു അറിവും ഇല്ലാത്തയാളാണ് മുഹമ്മദ് ഈസ. അത് ഞാൻ പറയുന്നതല്ല, മുസ്ലിങ്ങൾ തന്നെ പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരുത്തൻ്റെ അടുത്താണ് രാഹുൽ ഈശ്വർ പോയിട്ട് സംവാദത്തിന് ഹെൽപ്പ് ചോദിക്കുന്നത്. രാഹുൽ ഈശ്വറിൻ്റെ വീടിനടുത്തുള്ള ഏതെങ്കിലും മോസ്കിൽ ചെന്ന് അവിടുത്തെ മൊല്ലാക്കയോട് സഹായം ചോദിച്ചിരുന്നെങ്കിൽ ഇത്രയും നാണക്കേടുണ്ടാകുമായിരുന്നില്ല. പ്രമാണങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയാതെ വന്നപ്പോൾ വത്തിക്കാനിലെ രേഖകൾ തപ്പി നടന്ന ഈ പ്രവൃത്തിയിലൂടെ രാഹുൽ ഈശ്വർ തൻ്റെ ബൗദ്ധിക പാപ്പരത്വത്തെയും സത്യസന്ധതയില്ലായ്മയെയും പൂർണ്ണമായും തുറന്നു കാട്ടുകയാണ് ചെയ്തത്. സംവാദ കരാർ പാലിച്ച് ബൈബിളും ഇസ്ലാമിക പ്രമാണങ്ങളും വെച്ച് സംവാദം നടത്താൻ വിവരമില്ലാത്ത മുഹമ്മദ് ഈസയുടെ സഹായം തേടിയത് കൊണ്ടാണ് രാഹുൽ ഈശ്വർ ഇത്രയ്ക്കും തരം താഴ്ന്നത് എന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സംവാദ കരാർ ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ വിഷയാവതരണം നടത്തിയത് എന്ന് കണ്ടിട്ടും ഞാൻ അതിനെ യാതൊരു വിധത്തിലും എതിർക്കാൻ നിന്നില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ഒരാളെ കിട്ടുക എന്നുള്ളതിനായിരുന്നു പ്രാധാന്യം. ഞാനിങ്ങനെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അതിൻ്റെ പശ്ചാത്തലം അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ആദ്യകാലത്ത് ഞങ്ങൾ MM അക്ബറിനെയാണ് സംവാദത്തിന് ക്ഷണിച്ചിരുന്നത്. അക്ബറിന് താഴെയുള്ള ആരെയും ഞങ്ങൾ ക്ഷണിച്ചിരുന്നില്ല. MM അക്ബറിന് മാത്രമാണ് ഞങ്ങൾ മെയിലുകൾ അയച്ചും പിന്നെ നേരിട്ട് ഞങ്ങളുടെ സഹോദരന്മാർ പോയിട്ടുമൊക്കെ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. MM അക്ബർ ഒരു വിധത്തിലും വരില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പാരിതോഷികം പ്രഖ്യാപിച്ചു. ആരെങ്കിലും MM അക്ബറിനെ സാക്ഷിയുമായി സംവാദത്തിന് കൊണ്ടുവന്നാൽ അവർക്ക് സംവാദം കഴിഞ്ഞ അടുത്ത നിമിഷം തന്നെ 1,00,000 രൂപ ഇനാമായിട്ട് നൽകും, പാരിതോഷികയായി നൽകും എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. MM അക്ബറിൻ്റെ വ്യാജാരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നടത്തിയ പല പ്രോഗ്രാമുകളിലും ഈ പാരിതോഷികത്തിൻ്റെ കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് തന്നെ നാണക്കേടായി തുടങ്ങി. സ്നേഹസംവാദകൻ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനെ സംവാദത്തിന് വിളിച്ചിട്ട്, സംവാദകൻ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്, അയാളെ സംവാദത്തിന് വിളിച്ചിട്ട് വരാത്തത് കാരണം എതിരാളികൾ 1,00,000 രൂപ ഓഫർ ചെയ്തിരിക്കുന്നു. എന്നിട്ടും അയാൾ സംവാദക്ഷണം സ്വീകരിക്കുന്നില്ല. അപ്പോൾ അതവർക്ക് ഭയങ്കര നാണക്കേടുണ്ടാക്കി. എന്ത് ചെയ്തെന്നറിയാമോ? പല മുസ്ലിങ്ങളും അക്ബറിനെ സാക്ഷിയുമായി സംവാദത്തിന് കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്ത് കാര്യം? ക്യാ ഫലം? കുച്ച്നഹി, ഒരു പ്രയോജനം ഉണ്ടായില്ല. MM അക്ബർ വന്നില്ല, മാളത്തിൽ തന്നെ ഒളിച്ചിരുന്നു. അതോടെ ഞങ്ങൾ അക്ബറിനെ ഒഴിവാക്കി മറ്റുള്ള ദാവാക്കാരെ സംവാദത്തിന് ക്ഷണിക്കാൻ തുടങ്ങി. നോ രക്ഷ, അവരും വരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെയും താഴേക്കിറങ്ങി. ദാവാക്കാർ തന്നെ വേണമെന്നില്ല, ഏത് ഇസ്ലാമിക പണ്ഡിതനായാലും മതി എന്ന നിലയിലേക്ക് ഞങ്ങൾ താഴ്ന്നു. അപ്പോഴും രക്ഷയില്ല, ഒരാളും വരുന്നില്ല. ഞങ്ങൾ വീണ്ടും താഴേക്കിറങ്ങി. പണ്ഡിതന്മാർ തന്നെ വേണമെന്നില്ല, ഏത് മുസ്ലിം ആയാലും മതി, ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണ് എന്ന നിലയിലേക്ക് ഞങ്ങൾ താഴ്ന്നു. അപ്പോഴും രക്ഷയില്ല. ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസയും എന്ന വിഷയത്തിൽ സംവാദത്തിന് വരാൻ ഒരു മുസ്ലിമും തയ്യാറല്ല. വേറൊരു വിഷയത്തിൽ സിറാജ് പന്തളം എന്നൊരു മുസൽമാൻ അജീഷ് ബ്രദറുമായി സംവാദത്തിന് വരാൻ ധൈര്യം കാണിച്ചിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഒരാളും വന്നില്ല, വരാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായില്ല. അപ്പോൾ അവസാനം ഞങ്ങൾക്ക് മുസ്ലിം തന്നെ ആകണമെന്നില്ല, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലെ ഈസയ്ക്ക് വേണ്ടി സംവാദം നടത്താൻ വന്നാൽ മതി, ഞങ്ങൾ അവരുമായി സംവാദം നടത്താം എന്ന സ്ഥിതിയിലേക്ക് എത്തി. കാരണം മുസ്ലിങ്ങളാരും ഈ വിഷയത്തിൽ സംവാദത്തിന് വരാൻ ധൈര്യം കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നത്. അപ്പം അങ്ങനെ അവസാനം വന്ന ആളാണ് നമ്മുടെ ഹിന്ദു ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സംവാദ കരാറിന് വിരുദ്ധമായി ബൈബിളിലെ യേശുവിനെ പറ്റി പറയാതെ
പോപ്പിൻ്റെ യേശുവിനെക്കുറിച്ചും ഗാന്ധിജിയുടെ യേശുവിനെക്കുറിച്ചും പാശ്ചാത്യ യൂണിവേഴ്സിറ്റിക്കാരുടെ യേശുവിനെക്കുറിച്ചും രാഹുൽ ഈശ്വർ പറയുന്നത് സംവാദ കരാറിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഞാൻ എതിർത്താൽ രാഹുൽ ഈശ്വറിന് പിന്നെ അവിടെ പറയാനൊന്നുമില്ല. സംവാദം അവിടെ വെച്ച് നിൽക്കും. കാരണം രാഹുൽ ഈശ്വറിന് ഈ ബൈബിളിലെ യേശുവിനെക്കുറിച്ച് യാതൊരു പിടിയില്ല, ഖുറാനിലെ ഈസയെക്കുറിച്ചും യാതൊരു പിടിയുമില്ല. അപ്പോൾ സംവാദം മുന്നോട്ട് പോകണമെങ്കിൽ ഇത് കണ്ടില്ലെന്ന് നടിച്ചാലേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാനിതവിടെ ചൂണ്ടിക്കാണിക്കാതിരുന്നത്. എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ ടൈറ്റിലിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് ബൈബിളിലെ യേശുവും ഖുറാനിലെ ഈസയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ബൈബിളിലെ യേശു ക്രിസ്തു ഒറിജിനൽ ആണെന്നും ഖുറാനിലെ ഈസാ നബി അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മാത്രമാണ്, ഒരു വ്യാജമായ സാങ്കല്പിക സൃഷ്ടി മാത്രമാണ് എന്ന് വ്യക്തമായി തെളിയിക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരുടെയും വിഷയാവതരണം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആ സംവാദം വിജയിച്ചിരുന്നു. കാരണം ടൈറ്റിലിൽ പറഞ്ഞതനുസരിച്ചുള്ള വിഷയാവതരണം ഞാൻ മാത്രമേ അവിടെ നടത്തിയിട്ടുള്ളൂ. രാഹുൽ ഈശ്വർ സംവാദ കരാറിനും സംവാദത്തിൻ്റെ ടൈറ്റിലിനും വിരുദ്ധമായി എന്തൊക്കെയോ കാറിക്കൂവി എന്നുള്ളതല്ലാതെ വിഷയാസ്പദമായി യാതൊന്നും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആദ്യത്തെ ഖണ്ഡനത്തിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണം നടന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ യോജിപ്പ് ക്രിസ്തീയ വീക്ഷണത്തോടും യേശുവിൻ്റെ കുരിശുമരണത്തോടുമാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞ നിമിഷം തന്നെ സംവാദം അവസാനിച്ചു എന്നുള്ളതാണ് സത്യം. അതായത് വിഷയാവതരണം കഴിഞ്ഞതോടുകൂടി സംവാദത്തിൽ ഞാൻ ജയിച്ചു. പക്ഷേ ഈ ഒരു കാര്യം ഒന്നാമത്തെ ഖണ്ഡനത്തിൽ അദ്ദേഹം പറഞ്ഞതോടുകൂടി സംവാദമേ അവിടെ സ്റ്റോപ്പായി. മനസ്സിലായി? ഇനി അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം അംഗീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, 2-2 ഞാൻ ആ ക്ലിപ്പ് കേൾപ്പിച്ചു തരാം. ആദ്യം തന്നെ അദ്ദേഹത്തോട് യോജിപ്പിന്റെ മേഖല പറഞ്ഞുകൊടുക്കുകയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് കുരിശുമരണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം ലോക ചരിത്രം അന്ന് കാണുന്ന രീതിയിൽ രണ്ടായി പകുത്തപ്പെടുകയും അല്ലെങ്കിൽ രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെടുകയും ലോക ചരിത്രത്തിലെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയ ഇവന്റ് എന്ന കാര്യത്തിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് യാതൊരു സംശയവും അത്രയും ഇമ്പാക്ട്ഫുൾ ആയ മറ്റൊരു സംഭവം ഉണ്ടോ എന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ ആ സംഭവത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുകയാണ്. എനിക്ക് ആ വ്യാഖ്യാനത്തോട് വിശ്വാസമില്ല. ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റാണ്. എനിക്ക് കൂടുതൽ യോജിപ്പ് ക്രിസ്തീയ വീക്ഷണത്തോടും യേശുവിന്റെ കുരിശുമരണത്തോടുമാണ്. ബൈബിളിലെ യേശു കുരിശിൽ മരിച്ചിട്ടുണ്ട്. എന്നാൽ ഖുറാനിലെ ഈസാ നബി മരിച്ചിട്ടുമില്ല, ക്രൂശിക്കപ്പെട്ടിട്ടുമില്ല എന്നാണ് ഖുറാൻ പറയുന്നതും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും. അപ്പോൾ ക്രിസ്തീയ വീക്ഷണത്തോടും യേശുവിൻ്റെ കുരിശുമരണത്തോടുമാണ് എനിക്ക് യോജിപ്പുള്ളത് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞാൽ അതിനർത്ഥം മരിക്കുകയോ ക്രൂശിക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത ഈ ഖുറാനിലെ ഈസാ നബി വ്യാജനാണ് എന്ന് സമ്മതിക്കലാണ്. ക്രൈസ്തവരായ ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് എതിർപക്ഷ സംവാദകൻ തന്നെ സമ്മതിച്ച് തന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് സംവാദം അവസാനിച്ചു. മനസ്സിലായ? അവിടെ വെച്ച് തീർന്നു അത്. പക്ഷെ എന്നിട്ട് ഞാനത് ചൂണ്ടിക്കാണിക്കാതിരുന്നതിൻ്റെ കാരണം സംവാദം അവിടെ വെച്ച് അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണ്. സംവാദം എത്രത്തോളം മുന്നോട്ട് പോകുമോ അത്രത്തോളം ഇസ്ലാം എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനതൊന്നും മിണ്ടാതിരുന്നത് അവിടെ. ഏതായാലും വിഷയാവതരണത്തിന് ശേഷം ഖണ്ഡനവും ഖണ്ഡനത്തിന് മറുപടിയും അതിനുള്ള മറുപടിയും ഉണ്ടായി. പിന്നെ ഉപസംഹാരം, അതോടെ സംവാദം അവസാനിച്ചു. രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഖണ്ഡനങ്ങളിലൊന്നും ടൈറ്റിലിനോട് നീതി പുലർത്തിക്കൊണ്ട് ബൈബിളിലെ യേശുവിനെക്കുറിച്ചോ ഖുറാനിലെ ഈസയെക്കുറിച്ചോ യാതൊന്നും പറഞ്ഞില്ല. പറഞ്ഞത് മുഴുവൻ പോപ്പിൻ്റെ യേശുവിനെയും ഈസയെയും കുറിച്ചായിരുന്നു. പിന്നെ ഗാന്ധിജിയുടെ യേശു, അതുപോലെ പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിലെ യേശുവിനെയും ഈസയെയും കുറിച്ച് അതേ ഉണ്ടായുള്ളൂ. പിന്നെ വേറെ പല വിഷയങ്ങളിലേക്കും സംവാദം വഴി തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമവും ഉണ്ടായി. ഈ സംവാദവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇസ്ലാമോഫോബിയയൊക്കെ രാഹുൽ ഈശ്വർ അങ്ങനെ എടുത്തിട്ടതാണ്. അപ്പോൾ എനിക്ക് അതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. രാഹുൽ ഈശ്വർ എടുത്തിട്ട ഓരോ വിഷയത്തെയും ഞാൻ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ച് വിഷയാവതരണം കഴിഞ്ഞപ്പോൾ തന്നെ സംവാദത്തിൽ ഞാൻ ജയിച്ചു. പിന്നെ ഇദ്ദേഹം അത് സമ്മതിച്ചതോടുകൂടി, രാഹുൽ ഈശ്വർ അത് സമ്മതിച്ചതോടുകൂടി സംവാദം അവസാനിക്കുകയും ചെയ്തതാണ്. ഇനിയുള്ളതെല്ലാം ബോണസാണ്. അപ്പോൾ ബാക്കിയുള്ള സമയം ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ എന്തൊക്കെ എടുത്തിട്ടോ അതൊക്കെ ഞാൻ ഏറ്റുപിടിച്ചത്. രാഹുൽ ഈശ്വർ ഏതിലേക്ക് പോയോ അതിൻ്റെ പുറകെ തന്നെ ഞാനും പോയത്. ആദ്യത്തെ വിഷയാവതരണം രാഹുൽ ഈശ്വർ നടത്തിയത് കൊണ്ട് സ്വാഭാവികമായും അവസാന ഭാഗം ഞാനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉപസംഹാരം എൻ്റേതാണ് അവസാനിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതോടുകൂടി സംവാദം തീർന്നതായി മോഡറേറ്റർ അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ക്ലിപ്പും ഞാൻ കേൾപ്പിക്കാം. എത്തുന്ന ഒരു ചെറിയൊരു മണ്ണെണ്ണവിളൊക്കെ ആയിരിക്കുന്ന ഈസയോടൊക്കെ ഊമിച്ച് ഇത് രണ്ടൊന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതൊരിക്കലും സാധിക്കില്ല. ഞങ്ങൾക്കതൊരിക്കലും സാധിക്കുകയില്ല. സമയം ഓക്കെ.
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഡിബേറ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസറിനുള്ള അതിൻ്റെ സെഷനാണ് ഇനിയിപ്പോൾ ഉള്ളത്. മിക്കവാറും ഉള്ളവരെല്ലാം ചോദ്യങ്ങൾ ധാരാളമുണ്ട്. 95% ചോദ്യങ്ങളും ശ്രീ രാഹുൽ ഈശ്വറിനോടാണ്. അപ്പോൾ അദ്ദേഹത്തിനാണ് കൂടുതൽ സമയം കൊടുക്കേണ്ടത്. കാരണം ചോദ്യങ്ങൾ എനിക്കറിയത്തില്ല നമ്മൾ എത്ര സമയം എടുക്കുക. നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് 30-35 മിനിറ്റ് 40 മിനിറ്റ് മാക്സിമം ആണ്. നമുക്ക് 8:15 ഇത് അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ. അപ്പോൾ അത്രയും 5:15 നമ്മൾ തുടങ്ങിയത്. അപ്പോൾ 3 മണിക്കൂർ 8:15. അപ്പോൾ നമുക്ക് ആകെപ്പാട് ശേഷിക്കുന്നത് 35 മിനിറ്റാണ്. സാധാരണഗതിയിൽ മോഡറേറ്റർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും പറയേണ്ടതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ എൻ്റെ സമയം അവർക്ക് രണ്ടുപേർക്കും വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ഒന്നും പറയുന്നില്ല. ഇതെല്ലാം കേട്ട് നമ്മളെല്ലാവരും കൂടുതൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരായി തീർന്നു എന്നുള്ളൊരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറഞ്ഞ് മോഡറേറ്ററുടെ കമൻറ്റ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങൾ പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഈശ്വർ ആദ്യം ചോദ്യങ്ങൾക്ക് മറുപടി പറയും. എല്ലാവർക്കും പൂർണ്ണമായ ഉത്തരം തരുവാനുള്ള സമയമില്ല എന്നും മുൻകൂട്ടി ഞാൻ പറയട്ടെ. എന്നാലും വ്യത്യസ്ത ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടാത്ത ചോദ്യങ്ങളും ചിലർ ചോദിച്ചിട്ടുണ്ട്. അതിന് ദയവായി ഇപ്പോൾ ഉത്തരം ലഭിക്കില്ല, ഞങ്ങൾക്ക് സമയമില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. ചോദ്യത്തെ അതിന് നേച്ചർ ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളതും കിട്ടിയിട്ടുണ്ട്. ഇതുമായിട്ട് വിഷയവുമായി ബന്ധപ്പെട്ടതിന് മാത്രം ഇപ്പോൾ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. അദ്ദേഹം കൃത്യമായിട്ട് എനിക്കറിയത്തില്ല 10-20 ചോദ്യമുണ്ട്. ഒരു അര മിനിറ്റെങ്കിലും എടുത്ത് ഓരോന്നിനും ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ഓരോ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ഉത്തരം പറയാൻ പറഞ്ഞാൽ പിന്നെ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ സ്ക്രീൻ ചെയ്ത് അദ്ദേഹത്തിന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ സമയം, പ്ലീസ്. സംവാദം തീർന്നതിന് ശേഷം ബാക്കിയുള്ള പരിപാടി 2 സംവാദകരും കാണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. സംവാദകർ തമ്മിൽ ക്രോസ് ക്വസ്റ്റ്യൻസ് ഇല്ല. സംവാദം കേട്ട ആൾക്കാരുടെ സംശയങ്ങൾക്ക് ഉത്തരം കൊടുക്കുക മാത്രമാണ് ബാക്കിയുള്ളത്. അത് ആദ്യമേ തന്നെ, അതായത് സംവാദത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മോഡറേറ്റർ പറയുന്നുണ്ട്. ഞാൻ അതും കേൾപ്പിക്കാം. രണ്ടുപേരും തുടക്കത്തിൽ അരമണിക്കൂർ വീതം വിഷയം അവതരിപ്പിക്കും. അപ്പം അങ്ങനെ തന്നെ 1 മണിക്കൂറായി. അതിനുശേഷം ഒരു ഖണ്ഡനമുണ്ട്. അത് 2 പേർക്കും 15 മിനിറ്റ് വീതം കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും അരമണിക്കൂർ കൂടെയായി. അതിനുശേഷം ആ ഖണ്ഡനത്തിനുള്ള മറുപടിയും 2 പേർക്കും ലഭിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊട്ടും കുറവ് ചെയ്യാൻ ഇല്ല. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അത് നമ്മുടെ ക്ലോക്ക് പോകുന്നതിനനുസരിച്ച് കൃത്യമായിട്ട് ആ സമയം പാലിക്കുന്നതാണ്. വിഷയത്തെക്കുറിച്ച് മോഡറേറ്റർ എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ ഞാൻ ഈ സമയത്ത് മുതിരുന്നില്ല. ഞാൻ വളരെ ഓപ്പൺ മൈൻഡോടുകൂടി ഇരിക്കുകയാണ്. കാരണം ഏതൊരു വിഷയത്തിനും നമ്മൾ 2 സൈഡ്സ് ഓഫ് എ കോയിൻ എന്നോ അല്ലെങ്കിൽ 2 സൈഡ്സും അല്ല, മിക്കവാറും ഉള്ളവർ പറയുന്നത് തേർഡ് സൈഡും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു സൈഡും 2 സൈഡും പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു സൈഡും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതുകൊണ്ട് ഡയറക്റ്റായിട്ട് സംവാദത്തിലേക്ക് തന്നെ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞ 2 മണിക്കൂർ കഴിഞ്ഞല്ലോ. അതിനുശേഷം 10 മിനിറ്റ് വീതം വീണ്ടും ഖണ്ഡനത്തിനുള്ള മറുപടിക്കൊരു സമയമുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 2 മണിക്കൂർ 20 മിനിറ്റായി. ബാക്കിയുള്ള ഒരു 40 മിനിറ്റ് സമയം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. അത് ചോദ്യങ്ങൾ ചോദിക്കുകയല്ല, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അതിനുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഒരു ഡിബേറ്റ് എന്നുള്ള തലത്തിൽ ഒരു ഓറൽ ഡിബേറ്റിലേക്ക് കടക്കാനായിട്ടല്ല, ന്യായമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ 2 പേരോടും ചോദിക്കാനുള്ളത് നിങ്ങൾ പേപ്പറിനകത്ത് എഴുതി അതിനുള്ള ആൾക്കാർ വരും ആ സമയത്ത്. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. ഇതാണ് ഈ സംവാദം എന്ന മുന്നമേ തന്നെ അതിൻ്റെ ഒരു സ്ട്രക്ചർ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ മോഡറേറ്റർ പറയുന്നുണ്ട്, ഉപസംഹാരം കഴിഞ്ഞാൽ കാണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് സംവാദകർ പറയേണ്ടതെന്ന്. അതായത് സംവാദകർ തമ്മിലുള്ള ക്രോസ് ക്വസ്റ്റ്യൻസ് ഈ സംവാദത്തിൻ്റെ സ്ട്രക്ചറിൽ ഇല്ല. മനസ്സിലായ? കാണികളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ സംവാദം കാണാൻ വന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ സംശയങ്ങൾക്ക്, അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. അത് 2 കൂട്ടരും പറയുക. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സംവാദകർ പരസ്പരം തമ്മിലുള്ള ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പോൾ ഏതായാലും കാണികളിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ആദ്യം രാഹുൽ ഈശ്വറാണ് എഴുന്നേറ്റത്. ആ സമയത്ത് രാഹുൽ ഈശ്വർ സംവാദ നിയമം ലംഘിച്ചുകൊണ്ട് എന്നോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അതിന് മുമ്പുള്ള സമയത്ത്, അതായത് ഞാൻ ഈ ഉപസംഹരിച്ച സമയമുണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അക്രമത്തിനും കൊള്ളയ്ക്കും കൊലയ്ക്കും ആഹ്വാനം ചെയ്യുന്ന ഖുറാനിലെ 27 ആയത്തുകൾ നിരോധിക്കണമെന്നുള്ള കേസിൽ ഒരു ഇന്ത്യൻ കോടതി അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം രാഹുൽ ഈശ്വർ ഈ സംവാദ നിയമം ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംവാദ മര്യാദ ലംഘിച്ചുകൊണ്ട് എന്നോട് ഉപസംഹാരത്തിൽ ഞാൻ പറഞ്ഞതിനുള്ള തെളിവ് ചോദിക്കുകയാണ് ചെയ്തത്.
വാസ്തവത്തിൽ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. കാരണം ഈ മോഡറേറ്റർ സംവാദം അവസാനിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചോദ്യത്തിന് രാഹുൽ ഈശ്വറിൻ്റെ ചോദ്യത്തിന് ഞാനോ മറുപടി പറയേണ്ട കാര്യമില്ല. കാണികളുടെ ചോദ്യങ്ങൾക്ക് മാത്രം ഞങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി. രാഹുൽ ഈശ്വർ സംവാദ നിയമം ലംഘിച്ചുകൊണ്ട് ചോദിച്ച ചോദ്യമായിരുന്നിട്ടും ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറായി. കാരണം ഉപസംഹാരത്തിൽ ഞാൻ പറഞ്ഞത് 100% സത്യമാണ് എന്നെനിക്കറിയാം. ആ കോടതി വിധിയെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി കുറേ രേഖകൾ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുള്ളതാണ്. ആ കോടതി വിധി അങ്ങനെ തന്നെ നെറ്റിൽ കിടപ്പുണ്ട്. ആ കോടതി വിധിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് അത് വായിക്കാവുന്നതാണ്. കോടതി വിധി മാത്രമല്ല, ആ കേസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പല വെബ്സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, പല പുസ്തകങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് സംവാദ നിയമം ലംഘിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ എന്നോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഞാൻ ഉത്തരം നൽകാൻ തയ്യാറായത്. എന്നാൽ മുൻപ് ആ വീഡിയോ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കളക്ട് ചെയ്ത ആ തെളിവുകളെല്ലാം എൻ്റെ വീട്ടിലെ ഡെസ്ക്ടോപ്പിലാണ് ഉണ്ടായിരുന്നത്. ഡെസ്ക്ടോപ്പിലാണ്. ഞാനത് ലാപ്ടോപ്പിലേക്ക് കോപ്പി ചെയ്ത് ഇട്ടിരുന്നില്ല. അപ്പോൾ സംവാദത്തിന് നമ്മൾ പോകുമ്പോൾ ഡെസ്ക്ടോപ്പിലല്ലോ, ലാപ്ടോപ്പല്ലേ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ അവിടെ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ലാപ്ടോപ്പിൽ അത് കാണാനില്ല. പക്ഷെ അപ്പോഴെനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇത് ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടും. പക്ഷേ ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെ നെറ്റ് സ്ലോ ആയിരിക്കണം ആ സമയത്ത്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം പോയി. അവസാനം നെറ്റ് ശരിയായി. ഞാൻ മറുപടി പറയാൻ വേണ്ടി പോഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ഈ കേസിൻ്റെ റിസൾട്ട് വരുന്നില്ല, വേറെ കേസുകളുടെ റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സമയം കൂടി അവിടെ വെച്ച് നോക്കി. ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ രാഹുൽ ഈശ്വറിനോട് പറഞ്ഞു, താങ്കൾ കാണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. അപ്പോൾ അത് തീരുമ്പോഴേക്കും ഞാനിത് സെർച്ച് ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരേക്ക് സംവാദത്തിൽ ആകെ തകർന്ന് തരിപ്പണമായി നിന്നിരുന്ന രാഹുൽ ഈശ്വറിന് അപ്പോൾ ജീവൻ വീണു. കാണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് പകരം ഞാൻ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് ഇസ്ലാമോഫോബിയ ഉണ്ടാക്കുകയാണെന്നും പറഞ്ഞ് കുറേ നേരം എനിക്കെതിരെ സംസാരിച്ചു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയെ ശക്തമായി എതിർക്കുന്ന ആളാണ് ഞാൻ. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഡിഗ്രിയും ഡോക്ടറേറ്റും ഒക്കെ എടുത്തിട്ടുള്ള സംഘികളെയും ജിഹാദികളെയും ഒക്കെ ഞാൻ കളിയാക്കാറുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള എന്നെ തന്നെ പിടിച്ച് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാരനാക്കിയല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് ചിരി വന്നത്. ഏതായാലും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് എനിക്ക് കിട്ടിയത്. അത് കിട്ടിയതിന് ശേഷം ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു. രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ നേരെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അവസരമാണല്ലോ. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് രാഹുൽ ഈശ്വർ എന്നോട് ചോദിച്ചതിന് കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്തു. ആ ക്ലിപ്പും ഞാൻ കേൾപ്പിക്കാം. ഇത് ഈ 2021 കേസല്ല ഞാൻ പറഞ്ഞത്, 1986 ഇതിനൊരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉറപ്പിച്ച് പറയുന്നത്. രാജ്യത്ത് എന്തുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള തലക്കെട്ടിൽ ഖുറാനിലെ 24 ആയത്തുകൾ, ഞാൻ നേരത്തെ 27 എന്നാണ് പറഞ്ഞത്, ഓർമ്മപ്പശകാണ്, 24 ആയത്തുകൾ. 24 ആയത്തുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഡൽഹിയിലും ഉത്തർപ്രദേശിലും മറ്റ് പലയിടങ്ങളിലായിട്ട് ഒട്ടിച്ചു വെച്ചിരുന്നു പല ആളുകളും ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പോസ്റ്ററിൻ്റെ പുറകിലുള്ള ആൾക്കാർ ആരാണെന്ന് പോലീസ് അന്വേഷിക്കുന്നു. എന്നിട്ട് 2 പേര്, ഇന്ദ്രസെൻ ശർമ്മ, രാജ്കുമാർ ആര്യ എന്ന് പറയുന്ന 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. IPC സെക്ഷൻ 151A, 295A ഈ 2 വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അവസാനം 86 ജൂലൈ 31 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ES ലോഹത്ത് പുറപ്പെടുവിച്ച വിധിന്യായത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സംഗതി വരുന്നത്. അതായത് ഇവർ ഈ പോസ്റ്ററിൽ 24 ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. 24 ആയത്തുകൾ കൊടുത്തിട്ട് ഇതെല്ലാം ഞാൻ നേരത്തെ കുറച്ച് ആയത്തുകൾ വായിച്ചല്ല, അതുപോലെയുള്ള ആയത്തുകളാണ്. അത് വായിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്ന സംഗതി പോസ്റ്ററിൽ ഇങ്ങനെയാണ് പിന്നെ പറഞ്ഞത്, ഇത്തരത്തിലുള്ള മറ്റ് നിരവധി ആയത്തുകൾ ഇതിലുണ്ട്. ഇവിടെ ഞങ്ങൾ 24 ആയത്തുകൾ മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ശത്രുത, വിദ്വേഷം, വെറുപ്പ്, വഞ്ചന, തട്ടിപ്പ്, കലഹം, കൊള്ള, കൊലപാതകം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കൽപ്പനകളാണ് ഈ ആയത്തുകൾ നൽകുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ കലാപം നടക്കുന്നത്. ഖുർആൻ മജീദിലെ മേൽപ്പറഞ്ഞ 24 ആയത്തുകളിൽ മറ്റ് മതവിശ്വാസികൾക്കെതിരെ പോരാടാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ ആയത്തുകൾ ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം, പ്രത്യേകം ശ്രദ്ധിക്കണം, പോസ്റ്ററിലുള്ളതാണ്, ഈ ആയത്തുകൾ ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം രാജ്യത്തെ കലാപങ്ങൾ തടയാൻ കഴിയില്ല. അപ്പോൾ ഈ പോസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രശ്നമുണ്ടാക്കി. ഭയങ്കര ആ സമയത്ത് ഇതായിരുന്നു, ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് കോടതിയിലേക്ക് ഈ കേസ് വരികയാണ്. ഡൽഹി മെട്രോപൊളിറ്റൻ ജുഡീഷ്യൽ കോടതിയിലേക്ക് വരികയാണ്. അവിടെ വെച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട് ആദ്യം പ്രോസിക്യൂഷൻ വാദിച്ചത് ഇങ്ങനെയുള്ള ആയത്തുകളൊന്നും ഖുറാനിലില്ല എന്നാണ്. ഇല്ലാത്ത ആയത്തുകളാണ് ഇവർ പോസ്റ്ററിൽ അടിച്ചതെന്നാണ്. പക്ഷേ ഇവർ പ്രതികൾ സമ്മതിച്ചൊന്നുമില്ല. അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഉള്ള ആയത്തുകളൊക്കെ തന്നെയാണ്. അപ്പോൾ കോടതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിതന്മാരെ അവിടെയുള്ള പല ഇസ്ലാമിക വിഭാഗക്കാർക്കും നോട്ടീസ് അയച്ചു. ഈ വിഷയത്തിൽ വന്നിട്ട് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. ഇത് ഖുറാനിൽ ഉള്ള ആയത്തുകളാണോ അല്ലയോ? കാരണം ഇവർക്ക് ജഡ്ജിക്ക് അറബി അറിയില്ലല്ലോ. അപ്പോൾ അറബിയിലുള്ള സാധനമാണോ അല്ലയോ എന്ന് പറയണമെന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ആൾ പോലും വന്നില്ല. ഇസ്ലാമിക പക്ഷത്തു നിന്നേ കോടതി സമൻസ് അയച്ചിട്ട് ഒരൊറ്റ ആൾ പോലും വന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവർ പ്രതികൾ വേറെ നിവൃത്തിയില്ല, അവരാണല്ലോ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. അവർ ഈ അവിടുത്തെ മുഹമ്മദ് ഫാറൂഖ് ഖാൻ എന്ന് പറയുന്ന ആൾ പരിഭാഷപ്പെടുത്തിയ ഖുറാൻ്റെ കോപ്പി കൊണ്ടുവന്ന് ഹിന്ദിയിലുള്ള കോപ്പി കൊടുത്തു. അപ്പോൾ ഇത് കോടതി ഹിന്ദിയിൽ വായിച്ചെങ്കിലും പറയും അറബി എങ്ങനെയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഹിന്ദിയിൽ ഇങ്ങനെയുണ്ട്, ഇത് അറബി എങ്ങനെയാണെന്ന് അറിയാം. വീണ്ടും വിളിച്ചു, ഇവരാരും വന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ചില പണ്ഡിതന്മാരെയൊക്കെ, അതായത് ഇസ്ലാമിക പണ്ഡിതന്മാരല്ലാത്ത അറബിയൊക്കെ അറിയാവുന്ന ആളുകൾ, മുസ്ലിങ്ങളല്ലാത്തവർക്ക് അറബി അറിയാമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കോടതി കൊണ്ടുവന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് മൂലഭാഷയിലുള്ള കാര്യമാണ്, അത് അങ്ങനെ തന്നെയാണ് പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കോടതി ഈ നിലപാട്, ഇവരെ നിലപാടെന്താണ്? ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ല, ഇത് നീക്കം ചെയ്യണമെന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞ് ഇവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റില്ല, ഇവരുടെ നിലപാട് ശരിയാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? 1986 വിധി. ഈ 2021 കേസല്ല. ഇപ്പം അത് എനിക്കറിയാം, നമ്മൾ ഈ വിഷയം പഠിക്കുന്ന ആൾക്കാരാണ്, ഇത് ഏത് കാലഘട്ടത്തിൽ ആര് പോയി എന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇതുണ്ട്. അതായത് ഇവരുടെ നിലപാട് ശരിയാണെന്ന് കോടതി പറഞ്ഞു, പക്ഷേ വിധി പുറപ്പെടുവിച്ചില്ല. ഈ നിലപാട്, ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഈ രാജ്യത്തും ലോകത്തും സമാധാനം ഉണ്ടാവില്ല, മുസ്ലിങ്ങളും തമ്മിൽ എന്നും കലഹമായിരിക്കും എന്ന് പറഞ്ഞ ആ നിലപാട് കൃത്യമാണ്. അതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എന്നോടുള്ള കാണികളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുകയും ആ സെഷൻ അവസാനിപ്പിക്കുകയും ചെയ്തു. രാഹുൽ ഈശ്വർ ഇനിയും എനിക്ക് സംസാരിക്കണം, ഒരു 30 സെക്കൻഡ് തരണം എന്നൊക്കെ പറഞ്ഞെങ്കിലും മോഡറേറ്റർ അത് അനുവദിച്ചില്ല. കാരണം സംവാദം മുമ്പേ തീർന്നതാണ്. ഇപ്പോഴുള്ളത് കാണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നത് മാത്രമാണ്. അതും തീർന്നു, ഇനി സംസാരിക്കാനൊന്നുമില്ല എന്നതായിരുന്നു മോഡറേറ്ററുടെ നിലപാട്. അപ്പോൾ അങ്ങനെ മോഡറേറ്ററും സംസാരിച്ച് മൈക്ക് ഓഫ് ചെയ്ത് ആ പരിപാടി തീർന്നു. അപ്പോൾ ഈ കേസിൻ്റെ കോടതി വിധി നെറ്റിൽ കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണികളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കോടതി വിധിയുടെ ഒരു കോപ്പി ഞങ്ങളുടെ ഒരു സഹോദരൻ ഡൗൺലോഡ് ചെയ്തിട്ട് വേഗം പോയി പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊണ്ടുതരികയാണ്. അപ്പോഴേക്കും അദ്ദേഹം വരുമ്പോഴേക്കും ഇവിടെ സംവാദത്തിൻ്റെ ഇത് തീർന്നിരുന്നു, മൈക്കൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റേജിൽ എനിക്കത് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഇത് കോടതി വിധിയുടെ പകർപ്പാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കിത് തന്നു. ഞാനത് ഉടനെ തന്നെ രാഹുൽ ഈശ്വറിന് കൊടുക്കുകയും ചെയ്തു. താങ്കൾക്ക് ഞാൻ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ ഇത് വായിച്ച് നോക്കിക്കോളൂ, ഇതാണ് ആ കോടതി വിധിയുടെ പകർപ്പ്, കോപ്പിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഒരു ലിങ്ക് അയച്ചു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. രാഹുൽ ഈശ്വറിന് ഒരു ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കോ, ഇതാ കോടതി വിധിയുടെ പകർപ്പാണ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, ഒരു ലിങ്ക് അയച്ചു കൊടുത്താൽ മതി. പക്ഷേ ഞങ്ങൾ ബൗദ്ധിക സത്യസന്ധത ഉള്ള ആൾക്കാരായതുകൊണ്ടാണ് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫിസിക്കലായിട്ടുള്ളൊരു കോപ്പി തന്നെ രാഹുൽ ഈശ്വറിനെ ഏൽപ്പിച്ചത്. അപ്പം ഞങ്ങളുടെ ധാരണ ആ സമയത്ത്, കുറഞ്ഞ പക്ഷേ എൻ്റെ ധാരണ, രാഹുൽ ഈശ്വറും ഞങ്ങളെപ്പോലെ തന്നെ ഇൻ്റലക്ച്വൽ ഓണസ്റ്റിയുള്ള, ബൗദ്ധിക സത്യസന്ധതയുള്ള ഒരു മനുഷ്യനാണ് എന്നായിരുന്നു. ആ തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. സംവാദം കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ഗ്രൂപ്പുകൾ കുറേ എണ്ണം രംഗത്ത് വന്നിട്ടുണ്ട്, കൂടെ കുറേ കത്തോലിക്കരുമുണ്ട്. സംവാദം കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ കണ്ടതാണ്. സംവാദത്തിൽ അനിൽകുമാർ അയ്യപ്പൻ രാഹുൽ ഈശ്വറിൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നു, ക്ലബ്ബ് ഹൗസിൽ റൂമുകൾ ഇടുന്നു. ആകെ ജഗപുകയാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാനേ പോയില്ല. കാരണം സംവാദത്തിൽ പരിപൂർണമായിട്ടും ക്രൈസ്തവ പക്ഷത്തിനാണ് ഏകപക്ഷീയമായ ജയം ഉണ്ടായിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ പരാജയപ്പെട്ട പക്ഷക്കാർ ഡാമേജ് കൺട്രോളിന് വേണ്ടി ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്നത്. പിറ്റേ ദിവസം രാഹുൽ ഈശ്വർ തന്നെ സംവാദത്തെക്കുറിച്ചൊരു വീഡിയോ ഇറക്കുകയുണ്ടായി. യഹോവയും അല്ലാഹുവും ഒന്നാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതും ഞാൻ അവഗണിച്ചു വിട്ടു. കാരണം ഈ രാഹുൽ ഈശ്വറിന് യഹോവയെക്കുറിച്ചോ അല്ലാഹുവിനെക്കുറിച്ചോ യാതൊരു പിടിപാടും ഇല്ല.
ഞാൻ അതിനൊരു മറുപടി കൊടുത്താൽ ആ മറുപടി മനസ്സിലാക്കാനുള്ള ക്രൈസ്തവ പരിജ്ഞാനമോ ഇസ്ലാമിക പരിജ്ഞാനമോ അദ്ദേഹത്തിനില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സംവാദത്തിൽ പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണം തീർക്കാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇറക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ മൈൻഡ് ചെയ്യാതെ വിട്ടത്. ഇതിനൊന്നിനും ഞാൻ മറുപടി കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മുസ്ലിങ്ങളും കത്തോലിക്കരും പിന്നെ ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. കോടതി വിധിയെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞ കാര്യവും അതിന് രാഹുൽ ഈശ്വർ എന്നോട് തെളിവ് ചോദിച്ചതും എനിക്കത് പെട്ടെന്ന് കൊടുക്കാൻ പറ്റാതിരുന്നതും ശേഷം 3-4 മിനിറ്റ് രാഹുൽ ഈശ്വർ എന്നെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നതൊക്കെയുള്ള ആ ഭാഗമുണ്ടല്ലോ, അത്രയും വരെയുള്ളത് മാത്രം അവർ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനുശേഷം മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിന് ആ കൊടുത്ത മറുപടി ഇല്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞ് അവർക്ക് ആവശ്യമുള്ളത് മാത്രമാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് പലരും അതിൻ്റെ ലിങ്കുകൾ അയച്ചു തന്നിരുന്നു, എത്രയും വേഗം ഇതിനൊരു മറുപടി കൊടുക്കണം എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ മനഃപൂർവ്വം മിണ്ടാതിരിക്കുകയായിരുന്നു, മറുപടി പെട്ടെന്ന് കൊടുക്കണ്ട എന്ന് വെച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം ഈ ഇസ്ലാമിക ടീംസിനെ എല്ലാം 10-20 വർഷത്തോളമായി ഞങ്ങൾ ഈ വിഷയത്തിൽ സംവാദം നടത്താൻ ക്ഷണിക്കുന്നുണ്ട്. ഒറ്റ ഒരു മുസ്ലിമിന് പോലും സംവാദത്തിന് വരാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അവസാനം മുസ്ലിങ്ങളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളോട് സംവാദത്തിന് വന്നത് ഹിന്ദുവായ രാഹുൽ ഈശ്വറാണ്. സംവാദത്തിൽ രാഹുൽ ഈശ്വർ അമ്പേ പരാജയമായിരുന്നുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പ് ആണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സംവാദത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് രാഹുൽ ഈശ്വർ സ്കോർ ചെയ്ത എന്തെങ്കിലും ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കാനില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം മാത്രമാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ മാളത്തിനകത്ത് ഒളിച്ചിരുന്ന സകല മുള്ളുമുരട് മൂർക്കൻ പാമ്പും കല്ല് കരട് കാഞ്ഞിരിക്കുറ്റിയും ഒക്കെ സംവാദത്തിൽ അല്ലയ്യപ്പം പരാജയപ്പെട്ടേന്നും പറഞ്ഞ് രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇറങ്ങാനുള്ളവന്മാരെല്ലാം പൊത്തിനിന്ന് ഇറങ്ങട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഒരാഴ്ചയോളം മിണ്ടാതിരുന്നത്. ഇസ്ലാമിക വിഷയങ്ങളെക്കുറിച്ച് ABCD അറിയാത്ത രാഹുൽ ഈശ്വറുമായിട്ടല്ല, ഇസ്ലാമിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്ന മുസ്ലിങ്ങളുമായിട്ടാണ് എനിക്ക് സംവാദം നടത്തേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സംവാദം നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടീംസ് രംഗത്തിറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇതിലൊന്നൊരു വീഡിയോയും ചെയ്യാതെ, ഇതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടാതെ ഒരാഴ്ചയോളം കാത്തിരുന്നത്. എന്നാൽ അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. ഇതിനൊന്നും, ഇവരുടെ ഈ പ്രചരണത്തിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ രാഹുൽ ഈശ്വർ അടുത്ത വീഡിയോയുമായി രംഗത്ത് വന്നു. തോൾ ടോപ്പൊക്കെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്. തോൾ ടോപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത് ലാപ്ടോപ്പാണ്, നമ്മളത് മടിയിൽ വെച്ചോ അല്ലെങ്കിൽ മേശപ്പുറത്ത് വെച്ചോ ഉപയോഗിക്കും. എന്നാൽ രാഹുൽ ഈശ്വർ അത് ഉപയോഗിക്കുന്നത് തോളിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ തോൾ ടോപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ തോൾ ടോപ്പുമായി വന്നിട്ട് രാഹുൽ ഈശ്വർ ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിന് മുൻപുള്ള ഭാഗങ്ങൾ മാത്രം കാണിച്ച് ഡിജിറ്റൽ ചുമട്ടുകാരനും സ്ക്രീൻ താങ്ങിയുമായ രാഹുൽ ഈശ്വർ പറയുകയാണ് അനിൽകുമാർ അയ്യപ്പൻ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയാണ്, ഇസ്ലാമോഫോബിയ പരത്തുന്നവനാണ് എന്നൊക്കെ. അമ്മയ്ക്കില്ലാത്ത വേവലാതിയാണ് അയൽപക്കത്തെ അമ്മായിക്കെന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. വിദ്വേഷം, ശത്രുത, ദുഷ്ടത, വഞ്ചന, ചതി, വെറുപ്പ്, കലഹം, കവർച്ച, കൊലപാതകം ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഖുറാനിലെ ആയത്തുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് പോലും ഇല്ലാത്ത വേവലാതിയാണ് ഈ അയൽപക്കത്തെ അമ്മായിയായ രാഹുൽ ഈശ്വറിന്. ലാപ്ടോപ്പ് തോളിൽ ചുമന്നുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന് നുണ പറഞ്ഞാൽ 1986 ജൂലൈ 31 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ZS ലോഹത്ത് പുറപ്പെടുവിച്ച ആ ജഡ്ജ്മെൻ്റ് ഇല്ലാതാകുമോ? അതില്ലാതാകുമോ? നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്ത മനുഷ്യനായി പോയല്ലോ രാഹുൽ ഈശ്വറെ. ഞാൻ ആ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ തരുന്നതിന് മുമ്പേ തന്നെ ലൈവ് കട്ട് ചെയ്തുകൊണ്ട് അത് ആൾക്കാർ കണ്ടിട്ടില്ല, ഓക്കെ. പക്ഷെ ഞാനതിന് മറുപടി പറഞ്ഞത് ലൈവിൽ കിടപ്പില്ലേ, ഇല്ലേ? അതവിടെ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരം നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ചെയ്യുമോ? ഞാൻ പറഞ്ഞ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിന് മുമ്പുള്ളത് എടുത്തു വെച്ചിട്ട് പിന്നെ പുള്ളി വക എനിക്കെതിരെ പ്രസംഗമാണ്. ഇങ്ങനെയാണ് അനിൽകുമാർ അയ്യപ്പൻ ഇസ്ലാമോഫോബിക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഈ ആളില്ലാ കളരിയിൽ കോൽ വീശുന്ന ഈ പരിപാടി കൊണ്ട് നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടായോ? രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോയിൽ ചിലർ കമൻ്റായിട്ട് ഇതിട്ടിരുന്നു, അനിൽകുമാർ അയ്യപ്പൻ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് കാണിക്കാതെ ഇങ്ങനൊരു വീഡിയോ ഇറക്കിയതെന്ന്. അപ്പോൾ അത്തരം കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു എന്നാണ് കമൻ്റ് ഇട്ടവർ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് പറഞ്ഞത്. 2 മണിക്കൂറിലധികം നീണ്ടു നിന്ന സംവാദത്തിൽ വിഷയാസ്പദമായി ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ബൈബിളിൽ നിന്നോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നോ ഉത്തരം പറയാതെ ഇരുന്ന് വിയർത്ത രാഹുൽ ഈശ്വർ സംവാദ ഫോർമാറ്റ് ലംഘിച്ചുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യത്തിന് നെറ്റ് സ്ലോ ആയതിനാൽ ഉത്തരം സെർച്ച് ചെയ്തെടുക്കാൻ വൈകിയ ചില മിനിറ്റുകൾ മാത്രം വെട്ടിയെടുത്ത് സംവാദത്തിൽ ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞാൽ
നിങ്ങളുടെ ഈ തറവേലകൾ മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ ഇതൊക്കെ കാണുന്ന ജനങ്ങൾ? അങ്ങനെയാണോ നിങ്ങൾ നിങ്ങളുടെ പ്രേക്ഷകരെ കുറിച്ച് ധരിച്ചു വച്ചിരിക്കുന്നത്? ഇതിന് വേറൊരു വിഷയം കൂടിയുണ്ട്. ഈ സംവാദ കരാറിൽ വീഡിയോ പബ്ലിഷിംഗ് നിയന്ത്രണങ്ങൾ എന്നൊരു കാര്യം കൂടി, ആ ഒരു വ്യവസ്ഥ കൂടെ ഞങ്ങൾ എഴുതിയിരുന്നു. ഞാനതും വായിക്കാം. സംവാദത്തിൻ്റെ വീഡിയോകൾ പബ്ലിഷ് ചെയ്യുമ്പോൾ സംഭാഷണങ്ങൾ അടർത്തിയെടുത്ത്, അതായത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ട് സംഭാഷണങ്ങൾ അടർത്തിയെടുത്ത് എതിർപക്ഷത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഷോർട്സ് അല്ലെങ്കിൽ റീൽസ് നിർമ്മിച്ച് ഔദ്യോഗിക ചാനലുകളിൽ പ്രചരിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് വളരെ കൃത്യമായിട്ട് ആ സംവാദ കരാറിൽ ഞങ്ങൾ എഴുതി വച്ചിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ എന്താണ് ചെയ്തത്? സംവാദത്തിൽ അമ്പേ പരാജയപ്പെട്ടപ്പോൾ ആ നാണം മറയ്ക്കാൻ വേണ്ടി സംവാദ കരാറിലെ ഈ ഭാഗവും രാഹുൽ ഈശ്വർ കാറ്റിൽ പറത്തി. ഞങ്ങളവിടെ ഔദ്യോഗിക ചാനലുകളിൽ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് പറയാൻ കാരണമുണ്ട്. കാരണം മുസ്ലിങ്ങൾ ഇങ്ങനെയുള്ള പണി കാണിക്കുന്നത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. സംവാദത്തിനിടയിൽ നമ്മുടെ വായിൽ നിന്ന് ഒരു നാക്കുപിഴ വന്നാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരത് കട്ട് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കും. അത് നമുക്ക് തടയാൻ പറ്റില്ല. മുസ്ലിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. സത്യത്തെ നേർക്കുനേർ നേരിടാൻ കെൽപ്പില്ലാത്ത ഭീരുക്കളുടെയും പരാജിതരുടെയും ആയുധമാണ് ഇങ്ങനെയുള്ള ഈ വെട്ടിയൊട്ടിക്കൽ പണി. അപ്പോൾ മുസ്ലിങ്ങൾ അത് ചെയ്യും. അവർക്ക് സത്യത്തെ നേരിടാനുള്ള ധൈര്യമൊന്നുമില്ലാതെ ഞങ്ങൾക്കറിയാം. എന്നാൽ സംവാദത്തിൽ ഏർപ്പെട്ടവർ ഈ വൃത്തികെട്ട പണി കാണിക്കരുത്. അതുകൊണ്ടാണ് ഔദ്യോഗിക ചാനലുകളിൽ എന്ന് എടുത്തു പറഞ്ഞത്. അതായത് സാക്ഷിയുടെ ചാനലിലോ രാഹുൽ ഈശ്വറിൻ്റെ ചാനലിലോ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കരുത്. കാരണം സംവാദത്തിൻ്റെ മാന്യത നിലനിർത്തണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ കരാർ കൃത്യമായി തന്നെ പാലിച്ചു. ഞങ്ങൾ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളാണ്, വാക്കിന് വിലയുള്ളവരാണ്. അതുകൊണ്ടാണ് കരാറിൽ എഴുതിയതെല്ലാം ഞങ്ങൾ അക്ഷരം പ്രതി പാലിച്ചത്. ഈ രാഹുൽ ഈശ്വർ ഗാന്ധിയനാണെന്നും പറഞ്ഞ് നടക്കുന്ന ആളാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം. ഗാന്ധിയനാണെന്നും പറഞ്ഞ് നടക്കുക. ഗാന്ധിജിയിൽ നിന്നും വിവേകാനന്ദയിൽ നിന്നും രാഹുൽ ഈശ്വർ പഠിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? രാഹുൽ ഈശ്വറെ, ഭൗതിക സത്യസന്ധത, ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ 7 അയലത്ത് കൂടി പോയിട്ടുണ്ടോ? FIR നമ്പറും ജഡ്ജിയുടെ പേരും വിധിന്യായത്തിൻ്റെ പൂർണ്ണ രൂപവും ഉൾപ്പെടുന്ന ആ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ തന്ന എന്നെയാണോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കുന്നത്? സത്യത്തെ നേരിടാൻ ഭയമുള്ളത് കൊണ്ടാണ് കരാറിലെ നിയമങ്ങൾ ലംഘിച്ച് നിങ്ങൾ ഈ ഒളിച്ചോട്ടം നടത്തിയത്. ഇസ്ലാമിക പ്രമാണങ്ങളിലെ തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം പൊതുസമൂഹം ചർച്ച ചെയ്യരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയത്. നിങ്ങൾക്ക് അല്പമെങ്കിലും ഭൗതിക സത്യസന്ധതയുണ്ടായിരുന്നെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഇറക്കില്ല, അല്ലെങ്കിൽ ഞാൻ തെളിവ് നൽകുന്ന ആ അവസാന ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇറക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ നൽകിയ തെളിവിനെതിരെയുള്ള നിങ്ങളുടെ വാദമുഖങ്ങൾ എന്തൊക്കെയാണോ അവ അതിലുൾപ്പെടുത്തും. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും. അദ്ദേഹത്തിന് അവിടെ വെച്ച് മറുപടി പറയാൻ പറ്റിയില്ല. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മോഡറേറ്റർ പിന്നെ സമ്മതിച്ചില്ല. ഒരു 30 സെക്കൻഡ് താന്നൊക്കെ ചോദിച്ചിട്ടും കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് പറയണമെന്നുണ്ട്. അത് പറയാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു. ഓക്കെ, നമുക്കത് മനസ്സിലാവും. നിങ്ങളെ ഭൗതിക സത്യസന്ധതയുള്ള ആളായിട്ട് ഞാൻ അംഗീകരിച്ചേനെ. പക്ഷെ അതല്ല നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് ആളുകളെ പറ്റിക്കാൻ കഴിഞ്ഞു. അല്ലയ്യപ്പന് ഉത്തരവുണ്ടായില്ല, അല്ലയ്യപ്പൻ വെറും വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആണ് എന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് കുറച്ച് ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ പറ്റി. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ, ഈ വീഡിയോ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരുടെ അഭിപ്രായം നേരെ തിരിയും. ഞാനിതിനകത്ത് കാണിച്ചിരിക്കുന്ന തെളിവുകൾ വയ്ക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എന്താ ഉണ്ടായതെന്ന്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടും, അല്ലാതെ എനിക്കൊരു നഷ്ടവും വരാനില്ല. ഈ വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടാകില്ല എന്നുള്ളതുപോലെ ലാപ്ടോപ്പ് എടുത്ത് തോളിൽ വയ്ക്കുന്നവരൊന്നും പണ്ഡിതന്മാരാകില്ല എന്ന് രാഹുൽ ഈശ്വർ ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു ബുദ്ധിപദേശമാണ്. സംവാദം കാണാത്ത പല ആളുകളും ഇവർ പ്രചരിപ്പിക്കുന്ന ക്ലിപ്പുകൾ മാത്രം കണ്ട് ഞാൻ നുണ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കോടതി വിധിയുടെ ചരിത്രം പറയാം. മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഡൽഹിയിലെ ഹിന്ദു രക്ഷാദൾ പ്രതിനിധി ഇന്ദ്രസെൻ ശർമ്മയും സെക്രട്ടറി രാജ്കുമാർ ആര്യയും ചേർന്ന് പുറത്തിറക്കിയ ഒരു പോസ്റ്ററിലൂടെയാണ് ഈ കേസിൻ്റെ തുടക്കം. എന്തുകൊണ്ടാണ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്നത് എന്ന ചോദ്യവും അതിനുള്ള ഉത്തരമായി അമുസ്ലിങ്ങളെ കൊല്ലാനും ആക്രമിക്കാനും കൊള്ളയടിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഖുറാനിലെ 24 ആയത്തുകളുമായിരുന്നു ആ പോസ്റ്ററിൻ്റെ ഉള്ളടക്കം. ഖുറാനിലുള്ള ആയത്തുകളാണ് ഇതെല്ലാം. മനസ്സിലായി? ഈ പോസ്റ്ററിലുണ്ടായിരുന്ന എല്ലാം ഖുറാനിലുള്ള ആയത്തുകളാണ്. ഏതായാലും ഇസ്ലാമിനെക്കുറിച്ചുള്ള ഈ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ പതിവ് പോലെ ഇസ്ലാമിക മതമൗലികവാദികളുടെ സമനില തെറ്റി. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ട് നേരിടാൻ കെൽപ്പില്ലാത്തവർ എക്കാലത്തും ചെയ്തു വരുന്നത് പോലെ ആയുധമെടുത്ത് കലാപം ഉണ്ടാക്കാൻ ആരംഭിച്ചു.
അങ്ങനെ മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി കലാപം ഉണ്ടാക്കിയതോടെ ഈ ഇന്ദ്രസൻ ശർമ്മയ്ക്കും രാജ്കുമാർ ആര്യയ്ക്കുമെതിരെ IPC 153A 295A എന്നീ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. കേസ് കോടതിയിലെത്തിയപ്പോൾ പ്രോസിക്യൂഷൻ തങ്ങളുടെ സ്ഥിരം ആയുധമായ തക്കിയ പ്രയോഗിക്കുകയാണ്. മുസ്ലിങ്ങളുടെ സ്ഥിര ആയുധമാണല്ലോ തക്കിയ, അതാണ് പ്രോസിക്യൂഷൻ എടുക്കുന്നത്. അതായത് ഇത്തരം ആയത്തുകളൊന്നും ഖുറാനിലില്ല, ഇത് വർഗീയ കലാപം സൃഷ്ടിക്കാൻ പ്രതികൾ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ പ്രതിഭാഗം വളരെ നിഷ്പ്രയാസം ആ നുണയെ തകർത്ത് കളഞ്ഞു. ഉത്തർപ്രദേശിലെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായ മുഹമ്മദ് ഫാറൂഖ് ഖാൻ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത ഖുറാന്റെ ആധികാരിക പതിപ്പിൽ നിന്നാണ് തങ്ങൾ ഈ വചനങ്ങൾ എടുത്തതെന്ന് തെളിവ് സഹിതം അവർ കോടതിയിൽ സ്ഥാപിച്ചു. അറബിയിലുള്ള ഖുറാനും അതിൻ്റെ വിവർത്തനങ്ങളും കോടതിക്ക് മുമ്പിലെത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഇതേ തരത്തിലുള്ള മറ്റ് നിരവധി ആയത്തുകളുണ്ട്. 24 ആയത്തുകൾ മാത്രമാണ് ഞങ്ങൾ പോസ്റ്ററിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. വ്യക്തമായും ഈ ആയത്തുകൾ വിദ്വേഷം, ശത്രുത, ദുഷ്ടത, വഞ്ചന, ചതി, കലഹം, കവർച്ച, കൊലപാതകം എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കൽപ്പനകൾ വഹിക്കുന്നവയാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തും ലോകത്ത് മറ്റിടങ്ങളിലും മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കുമിടയിൽ കലാപം നടക്കുന്നത്. ഖുറാനിലെ ഈ 24 ആയത്തുകളിൽ മുസ്ലിങ്ങളോട് മറ്റു മതങ്ങളുടെ അനുയായികൾക്കെതിരെ പോരാടാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, അവർ പറഞ്ഞതാണ്, ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം രാജ്യത്തെ കലാപങ്ങൾ തടയാനാവില്ല. അതുകൊണ്ട് ഇതെല്ലാം ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യണം എന്നാണ് അവർ കോടതിയിൽ ആവർത്തിച്ച് പറഞ്ഞത്. അങ്ങനെ ഇരുഭാഗവും കേട്ട കോടതി കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഡൽഹിയിലെയും UPയിലെയും പ്രമുഖ മുല്ലമാരെയും മൗലവിമാരെയും ഒക്കെ കോടതിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രതികൾ ഖുറാനെക്കുറിച്ച് പറയുന്ന ഈ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അത് തിരുത്താൻ വേണ്ടി, അതായത് ശരിയായ കാര്യം അവരിൽ നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മുല്ലാക്കന്മാരെയും മൗലവിമാരെയൊക്കെ കോടതി ക്ഷണിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇത്തരം ആയത്തുകൾ പറയുമ്പോൾ എഴുതിയിടുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ പറയുകയൊക്കെ ചെയ്ത് അവിടെ വന്ന് ഇതൊക്കെ നിങ്ങൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്, ഇത് യുദ്ധകാലത്തിറങ്ങിയതാണ്, ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്നൊക്കെ ന്യായീകരിച്ച് മെഴുകുന്ന ടീംസാണല്ലേ മുസ്ലിങ്ങൾ. അങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ ഒറ്റ ഒരു പണ്ഡിതം പോലും അന്ന് ആ കോടതിയുടെ പടി ചവിട്ടിയില്ല, കോടതിയിലേക്ക് കയറി ചെന്നില്ല. കാരണം കോടതിയിൽ ചെന്ന് ഇമാതിരി ന്യായീകരണം നടത്തിയാൽ പിടിക്കപ്പെടും എന്നുള്ള കാര്യം അവർക്കറിയാം. കോടതിയിൽ നുണ പറഞ്ഞു എന്നുള്ള ആ കുറ്റത്തിന് ശിക്ഷിക്കപ്പെടും, അതറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഒരൊറ്റ മുസ്ലിം പണ്ഡിതനും കോടതിയുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്ന് മൊഴി കൊടുക്കാതിരുന്നത്. മുസ്ലിങ്ങൾ പിന്നീട് ശ്രമിച്ചത് ഭരണകൂടത്തെ ഉപയോഗിച്ച് കോടതിയെ സ്വാധീനിക്കാനാണ്. കാരണം അതിൻ്റെ തലേ വർഷം 1985 ഷാബാനു കേസിൻ്റെ വിധി വന്ന് മുസ്ലിങ്ങൾ മുഴുവൻ രാജീവ് ഗാന്ധി സർക്കാരിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ രോഷമൊക്കെ അടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഒന്ന് പ്രീണിപ്പിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി സർക്കാർ തങ്ങൾക്ക് അനുകൂലമായി ഇടപെടും എന്ന് വ്യാമോഹിച്ച് അവർ രാഷ്ട്രീയ സമ്മർദ്ദമൊക്കെ ചെലുത്തി നോക്കി. പക്ഷേ നീതിപീഠത്തിന് മുമ്പിൽ ആ വിലപേശലുകൾ തകർന്നടിഞ്ഞു. ജഡ്ജി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. ലോകത്തെ ZS ലോകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു. മുസ്ലിം പണ്ഡിതന്മാർ വരാതെ അവരൊക്കെ വിളിച്ചിട്ട് വരുന്നില്ല. നമ്മളിപ്പോൾ സംവാദത്തിന് വിളിച്ച പോലെയാണ് അന്ന് കോടതി അവരെ വിളിച്ചപ്പോൾ അവർ ചെയ്തത്, ഓടി, സകലെണ്ണം ഓടി. അപ്പോൾ എന്താണെന്നറിയോ, ജസ്റ്റിസ് ലോഹട്ട് സ്വയം ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലുമുള്ള നിരവധി ഖുറാൻ തഫ്സീറുകൾ അദ്ദേഹം ആഴത്തിൽ പഠിച്ചു. അതോടൊപ്പം തന്നെ അറബി അറിയാവുന്ന ആളുകളുടെയൊക്കെ സഹായവും തേടി. അങ്ങനെ പല രീതിയിലൊക്കെ ആയിട്ട്. മാത്രമല്ല ഇതിൽ ഈ മുസ്ലിങ്ങളുടെ അസഹിഷ്ണുതയുടെ ചരിത്രം അറിയാൻ അദ്ദേഹം ബ്രിട്ടീഷ് കാലത്തെ കുപ്രസിദ്ധമായ രംഗീല റസൂൽ കേസ് വരെ പഠനവിധേയമാക്കി. എന്താണ് രംഗീല റസൂൽ കേസ് എന്നറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇതിൻ്റെയൊക്കെ ഗുണം നിങ്ങൾക്ക് കാണുന്നുണ്ടാ. യുവമാർ ഇതെല്ലാം പ്രചരിപ്പിച്ചതുകൊണ്ട് ഈ വിഷയം വീണ്ടും ചർച്ചയ്ക്ക് വരികയാണ്. ഇത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ ഇതിപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും ഈ ഡിബേറ്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട്. ഇവന്മാർ അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നെങ്കിൽ ഇത് ഞാൻ ഈ വീഡിയോ ഇറക്കില്ല, ഇതൊന്നും പറയില്ല. അപ്പം ഇതെല്ലാം വീണ്ടും എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ശരി, രംഗീല റസൂൽ കേസ്, അതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ട് വിവരിക്കാം. 1920 മുസ്ലിങ്ങൾ സീതാക്ക ചിനാല എന്ന പേരിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും സീതാദേവിയെയും അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന ഒരു പുസ്തകം മോസ്കുകൾ വഴി രഹസ്യമായി വിതരണം ചെയ്തു. അതായത് രാമൻ്റെ ഭാര്യയായ സീതയെ വളരെ മ്ലേച്ഛമായി ചിത്രീകരിക്കുന്ന, വേശ്യയായിട്ട്, സീത വേശ്യയാണെന്നൊക്കെ പറയുന്ന ഒരു കൃതിയായിരുന്നു ഈ സീതാക്ക ചിനാല. ഈ പുസ്തകം മോസ്കുകൾ വഴി മുസ്ലിങ്ങൾക്ക് മാത്രമാണ് വിതരണം ചെയ്തിരുന്നതെങ്കിലും ഇതെങ്ങനെയോ ലീക്കായിട്ട് ഹിന്ദുക്കളുടെ കയ്യിലും എത്തിപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായി ഹിന്ദുക്കൾ രോഷാകുലരായി. പക്ഷെ അവർ കലാപം ഉണ്ടാക്കാനൊന്നും പോയില്ല. ഈ പുസ്തകത്തിൻ്റെ വിതരണം നിർത്തിവെക്കണമെന്നാണ് അവർ മോസ്കുകളിൽ ചെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ മുസ്ലിങ്ങൾ ഇത് നിർത്തിവെക്കാനൊന്നും പോയില്ല. ഇതിൻ്റെ വിതരണം അവരുടെ ആൾക്കാർക്ക്, മുസ്ലിങ്ങൾക്ക് ഇത് കൊടുത്തുകൊണ്ടേയിരുന്നു.
അപ്പോൾ അങ്ങനെ ഇത് നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ 1923 ഹിന്ദുക്കൾ ഒരു പുസ്തകം ഇറക്കി. അതാണ് രംഗീല റസൂൽ ഹസ്രത്ത് മുഹമ്മദ് സാഹിബ് ജീവന ചരിത്രം എന്ന് വെച്ചാൽ മുഹമ്മദിൻ്റെ ജീവചരിത്രം. ഇസ്ലാമിക പ്രമാണങ്ങളായ ഹദീസുകളെയും സീറത്തുകളെയും അടിസ്ഥാനമാക്കി മുഹമ്മദിൻ്റെ വിവാദപരമായ ലൈംഗിക ജീവിതവും 6 വയസ്സുകാരിയെ വിവാഹം കഴിച്ചതും വളർത്തുമകൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയതും സൊഫിയയെ യുദ്ധത്തിൽ പിടിച്ചെടുത്ത് ബലാത്സംഗം ചെയ്തതൊക്കെ ആ പുസ്തകത്തിൽ കൃത്യമായിട്ട് വിവരിച്ചിരുന്നു. ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമേ ആ പുസ്തകത്തിലുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ സീതാക്ക ചിനാലെ പോലെ ഇല്ലാത്ത കാര്യങ്ങളല്ല. കാരണം സീതയെക്കുറിച്ച് രാമായണത്തിൽ വേശ്യയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളല്ല ഈ രംഗീല റസൂലിൽ ഉണ്ടായിരുന്നത്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് പുസ്തകം വന്നപ്പോൾ വിമർശകരെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃക അനുസരിച്ച് മുസ്ലിങ്ങൾ ആയുധമെടുത്ത് തെരുവിലിറങ്ങി കലാപം അഴിച്ചു വിട്ടു. മനസ്സിലായോ? കലാപം ഉണ്ടാക്കി. അവിടെ ഒരാവശ്യവുമില്ലാതെ മുസ്ലിങ്ങൾ തുടങ്ങി വെച്ച പരിപാടിയാണിതെന്ന് ഓർക്കണം. അവർ സീതാക്ക ചിനാല എന്ന പുസ്തകം എഴുതിയില്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കൾ രംഗീല റസൂലും എഴുതുകയില്ലായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കലാപവും ഉണ്ടാകുമായിരുന്നില്ല. മനസ്സിലായ? ഇത് എല്ലായിടത്തും സ്ഥിരം പരിപാടി എന്നാണ്. മറ്റവനെ പോയി ചൊറിയും, അവൻ തിരിച്ച് മാന്തും, പിന്നെ പ്രശ്നമാണ്. എല്ലായിടത്തും ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. ഏതായാലും കലാപം രൂക്ഷമായപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം രംഗീല റസൂൽ നിരോധിച്ചു. ആ നിരോധനം ഇന്നും ഉണ്ട് കേട്ടോ. അന്ന് ബ്രിട്ടീഷുകാർ നിരോധിച്ചാണെങ്കിലും ഇന്നും ഉണ്ട് ആ നിരോധനം. ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഈ രംഗീല റസൂൽ നിരോധിക്കപ്പെട്ട പുസ്തകമാണ്. അപ്പോൾ ഈ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് IPC 295A എന്ന് പറയുന്ന വകുപ്പുണ്ട്. ആ വകുപ്പ് കൊണ്ടുവരുന്നത് ഈ കലാപം കാരണം കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനൊരു നിയമമേ വരില്ലായിരുന്നു. അപ്പോൾ ഈ രംഗീല റസൂലിൻ്റെ പ്രസാധകനായിരുന്ന മഹാശയ് രാജ്പാൽ എന്ന് പറയുന്ന ആളെ പുസ്തകം ഇറങ്ങി 5-6 കൊല്ലത്തിന് ശേഷം 1929 ഒരു മുസ്ലിം ഭീകരവാദി, അധികം പ്രായമൊന്നുമില്ല, കൗമാരക്കാരനായ ഒരു മുസ്ലിം ഭീകരവാദി കോടതി വളപ്പിൽ വെച്ച് കുത്തി കൊലപ്പെടുത്തുകയും ഉണ്ടായി. ഇവർ ആദ്യം പുസ്തകം ഇറക്കി, അതിന് മറുപടി പുസ്തകം ഇറക്കിയാലാണ് കൊന്നത്. മറുപടി പുസ്തകം ഇറക്കിയത് കൃത്യമായിട്ട് ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണെന്ന് കൂടി ഓർക്കണം. അങ്ങനെയുള്ള ആളെയാണ് കുത്തി കൊന്നത്. അപ്പോൾ ഈ രക്തരൂക്ഷിതമായ ചരിത്രങ്ങളെല്ലാം സശ്രദ്ധം പഠിച്ചതിന് ശേഷമാണ് 1986 ജൂലൈ 31 ജസ്റ്റിസ് ലോഹട്ട് ആ ചരിത്ര പ്രാധാന്യമുള്ള വിധി പ്രസ്താവിച്ചത്. മതനിന്ദയുടെയും അന്യമത വിദ്വേഷത്തിൻ്റെയും ആ 24 ആയത്തുകൾ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ വിധിന്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു പാരഗ്രാഫ്, പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ വിശകലനം ചെയ്ത് നിങ്ങളുടെ മുമ്പാകെ തരുന്നുള്ളൂ, അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ആ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്: സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ APP വാദിച്ചതുപോലെ വർഗീയ അസ്വാരസ്യം വളർത്താൻ പ്രേരിപ്പിക്കുന്നതാണോ അതോ മുഹമ്മദീയ സമുദായത്തിൻ്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണോ എന്ന് നോക്കുമ്പോൾ പോസ്റ്ററുകളിൽ പ്രസിദ്ധീകരിച്ച 24 ആയത്തുകൾ മുഹമ്മദീയനായ എഴുത്തുകാരൻ വിവർത്തനം ചെയ്ത ഖുർആൻ മജീദിൽ നിന്ന് എടുത്തതല്ല എന്നൊരു തർക്കമുണ്ട്. പ്രസ്തുത ഖുർആൻ മജീദിൽ വിവർത്തനം ചെയ്തിട്ടുള്ള അതേ രൂപത്തിൽ തന്നെയാണ് അവ പുനർനിർമ്മിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വിധിയുടെ ഈ സുപ്രധാന ഭാഗം കാലാകാലങ്ങളായി ഇസ്ലാമിക പക്ഷം തങ്ങളുടെ ഗ്രന്ഥങ്ങൾ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വളച്ചൊടിക്കൽ, അതായത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വളച്ചൊടിക്കൽ എന്ന നുണയെ നിയമപരമായി തന്നെ വേരോടെ പിഴുതെറിയുകയാണ്. വർഗീയ അസ്വാരസ്യം ഉണ്ടാക്കുമെന്ന് പ്രോസിക്യൂഷൻ തന്നെ സമ്മതിക്കുന്ന ഈ 24 ആയത്തുകൾ പ്രതികൾ സ്വന്തമായി കെട്ടിച്ചമച്ചതല്ലെന്നും ഒരു മുസ്ലിം പണ്ഡിതൻ പരിഭാഷപ്പെടുത്തിയ ആധികാരിക ഖുർആൻ മജീദിൽ ഉള്ളത് യാതൊരു മാറ്റവുമില്ലാതെ അക്ഷരം പ്രതി പകർത്തിയതാണെന്നും കോടതിയുടെ അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കുകയാണ്. അതായത് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നതും അന്യമത വിദ്വേഷം വമിപ്പിക്കുന്നതുമായ ഈ ഖുർആനായത്തുകൾ പ്രതികളുടെ ഭാവനാ സൃഷ്ടിയല്ല, മറിച്ച് ഇസ്ലാമിക പ്രമാണത്തിൽ അക്ഷരം പ്രതി ഉള്ളത് തന്നെയാണെന്ന് ഒരു മതേതര കോടതി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. കോടതിയുടെ ഈ ഒരു കണ്ടെത്തലാണ് നിങ്ങൾ ഖുർആനെ വളച്ചൊടിക്കുകയാണെന്ന് പറയുന്ന രാഹുൽ ഈശ്വറിൻ്റെയും മുസ്ലിം മതപ്രചാരകരുടെയും ഒക്കെ വായടപ്പിക്കുന്ന കാര്യം. മനസ്സിലായ? ഞങ്ങളിത് വളച്ചൊടിക്കുന്നതെന്നല്ല, കോടതിക്ക് വരെ ഇത് ബോധ്യമായതാണ്. ഇനി വിധിന്യായത്തിൽ നിന്ന് ബാക്കി വായിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ മേൽപ്പറഞ്ഞ വാക്കുകൾ എഴുതിയതിലൂടെ എഴുത്തുകാരൻ തൻ്റെ അഭിപ്രായമോ നിർദ്ദേശമോ മാത്രമാണ് പ്രകടിപ്പിച്ചത്. പരമാവധി അതിനെ മുഹമ്മദീയരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നതിനെക്കുറിച്ചുള്ള ന്യായമായ ഒരു വിമർശനം എന്ന് വിളിക്കാം.
ഇനിയുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഖുർആൻ മജീദ് എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഈ ആയത്തുകൾ നീക്കം ചെയ്തില്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള വർഗീയ കലാപങ്ങൾ അവസാനിപ്പിക്കാൻ യാതൊരു പ്രതീക്ഷയുമില്ലെന്ന് എഴുത്തുകാരൻ പ്രകടിപ്പിച്ച അഭിപ്രായം ഇന്ത്യയിലെ വിവിധ വിഭാഗം പൗരന്മാർക്കിടയിൽ ശത്രുതയോ വെറുപ്പോ വളർത്താനോ അതിനുള്ള ശ്രമത്തിനോ കാരണമാകുമെന്ന് സങ്കൽപ്പിക്കാൻ പോലും കഴിയില്ല. വിധിയുടെ ഈ ഭാഗം യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിമർശകർക്ക്, ഞങ്ങളെപ്പോലെയൊക്കെയുള്ള ഇസ്ലാമിക വിമർശകർക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നൽകുന്ന ഏറ്റവും ശക്തമായ നിയമപരിരക്ഷയാണ്, ഒരു ലീഗൽ ഷീൽഡാണത്. ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യണമെന്നതാണ് പ്രതികളുടെ ആവശ്യം. ഖുറാനിലെ അക്രമവാസനകൾ തുറന്നു കാട്ടുകയും രാജ്യത്ത് സമാധാനമുണ്ടാകാൻ ആ വചനങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ഒരിക്കലും വിദ്വേഷ പ്രചരണമോ അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ചോ ഇസ്ലാമോഫോബിയയോ അല്ല, മറിച്ച് അതൊരു പൗരൻ്റെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ്റെ ന്യായമായ വിമർശനം, ഫെയർ ക്രിറ്റിസിസം മാത്രമാണെന്ന് കോടതി ഇവിടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. മനസ്സിലായ? അത് അവകാശമാണ്. ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരൻ്റെയും ന്യായമായ അവകാശം മാത്രമാണത്. ഇസ്ലാമിക പ്രമാണങ്ങളിലെ ഇത്തരം അപകടകരമായ ആയത്തുകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വായിച്ചു കേൾപ്പിക്കുന്നത് സമൂഹത്തിൽ ശത്രുത വളർത്തുമെന്ന പ്രോസിക്യൂഷന്റെ കുപ്രചരണത്തെ ചവറ്റുകൊട്ടയിലെറിഞ്ഞ മജിസ്ട്രേറ്റ് ഖുറാനിലെ ഈ ആയത്തുകളാണ് രാജ്യത്തെ വർഗീയ കലാപങ്ങൾക്ക് കാരണമെന്ന പ്രതികളുടെ വാദം തികച്ചും യുക്തിസഹമാണെന്ന് ശരിവെക്കുകയാണ് ചെയ്തത്. രാഹുൽ ഈശ്വറിന് കാര്യം പിടികിട്ടിയോ? അതായത് ഇസ്ലാമിക പ്രമാണങ്ങളെ വസ്തുതാപരമായി വിമർശിക്കുന്നവരെ തീവ്രവാദികളായും വർഗീയവാദികളായും മതഭ്രാന്തന്മാരായും ഇസ്ലാമോഫോബിയക്കാരായും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാരായും മുദ്രകുത്താൻ ശ്രമിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ള മനസ്സിണക്കപ്പെട്ടവരുടെയും ഇസ്ലാമിക പക്ഷത്തിൻ്റെയും മുഖത്തേറ്റ ഏറ്റവും വലിയ നിയമപരമായ പ്രഹരമാണ് കോടതിയുടെ ഈ നിരീക്ഷണം. സംവാദവേദി വെച്ച് എന്നെ ഇസ്ലാമോഫോബിയ ബാധിച്ചവൻ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക്ക് എന്ന് വിളിച്ചല്ലോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അത് സംവാദ കരാറിലെ വേറൊരു വ്യവസ്ഥയുടെ ലംഘനമാണ്. അത് ഞാൻ പറയാൻ വിട്ടു, അതിപ്പോഴും ഓർമ്മ വന്നേ. അതായത് സംവാദ കരാറിൽ പരസ്പരം വ്യക്തിഹത്യ പാടില്ലെന്നും അഡ്ഹോമിനം അത് പാടില്ല, വ്യക്തിഹത്യ പാടില്ലെന്നും തികച്ചും അക്കാദമികമായ രീതിയിൽ വിഷയത്തിൽ അധിഷ്ഠിതമായി മാത്രമേ സംസാരിക്കാവൂ എന്നും കൃത്യമായിട്ട് എഴുതി വച്ചിരുന്നു. എന്നാൽ ബൈബിളും ഖുറാനും ഹദീസുകളും വെച്ചുകൊണ്ട് അഥവാ രേഖകളുടെയും പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയ വിഷയാവതരണത്തിനും ഖണ്ഡനങ്ങൾക്കും മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിയർത്തൊലിച്ചപ്പോൾ രാഹുൽ ഈശ്വർ ഈ വ്യവസ്ഥയും നഗ്നമായി ലംഘിച്ചു. എന്നെ ഇസ്ലാമോഫോബിയ പരത്തുന്നവനെന്നും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിക്കാരനെന്നൊക്കെ വിളിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. അക്കാദമികമായ ഒരു സംവാദത്തിൽ ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടും തെളിവുകളെ പ്രമാണങ്ങൾ കൊണ്ടും നേരിടാൻ കഴിയാതെ വരുമ്പോൾ എതിരാളിയെ വ്യക്തിഹത്യ ചെയ്ത് തടിയൂരാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തരം താണ ഏർപ്പാടാണ് രാഹുലേ. ഇനിയെങ്കിലും അത് മനസ്സിലാക്ക്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഇസ്ലാമിക ന്യായീകരണ തൊഴിലാളികളുടെ അതേ നിലവാരത്തിലേക്കാണ് രാഹുൽ ഈശ്വറും തരം താഴ്ന്നു പോയത്. അത് ഇത്തരം അധിക്ഷേപങ്ങളിലൂടെ ഈ അഡ്ഹോമിനമൊക്കെ നടത്തിയപ്പോൾ പൊതുസമൂഹത്തിന് അത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സന്ദർഭവശാൽ ഞാൻ ഇക്കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ഖുറാനിലും ഹദീസുകളിലും ഉള്ള കാര്യങ്ങൾ ആരെങ്കിലും എടുത്ത് വിമർശിച്ചാൽ, പരസ്യമായി പറഞ്ഞ് വിമർശിച്ചാൽ അല്ലെങ്കിൽ എഴുതിയാൽ അത് ഇസ്ലാമോഫോബിയ പരത്തുന്ന പരിപാടിയല്ല. ഇന്ത്യൻ പൗരൻ്റെ ഉറപ്പിച്ച് ഒന്നും കൂടി പറയട്ടെ, സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ്റെ ന്യായമായ വിമർശനം മാത്രമാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വിധിന്യായത്തിലേക്ക് തിരിച്ചു പോകാം. വീണ്ടും ജഡ്ജി പറയുകയാണ്, എൻ്റെ അഭിപ്രായത്തിൽ ഇത് വായനക്കാർക്കുള്ള ഒരു തരം നിർദ്ദേശമോ അല്ലെങ്കിൽ പരമാവധി ന്യായമായ ഒരു വിമർശനമോ മാത്രമാണ്. അത്തരമൊരു നിർദ്ദേശമോ വിമർശനമോ പ്രസിദ്ധീകരിച്ചതിലൂടെ എഴുത്തുകാരനോ പ്രസാധകനോ മുഹമ്മദീയ സമുദായത്തിൻ്റെ മതവികാരങ്ങളെ യാതൊരു വിധത്തിലും വ്രണപ്പെടുത്തുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. കൂടാതെ ഇത് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വർഗീയ അസ്വാരസ്യമോ വെറുപ്പോ സൃഷ്ടിക്കുന്നതുമല്ല.
മതഗ്രന്ഥങ്ങളിലെ അക്രമവാസനകൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് ഒരിക്കലും മതനിന്ദയോ വിദ്വേഷ പ്രചരണമോ അല്ലെന്നും മറിച്ചൊരു ജനാധിപത്യ രാജ്യത്തെ പൗരൻ്റെ ന്യായമായ വിമർശനം മാത്രമാണെന്നും അടിവരയിട്ടുറപ്പിക്കുന്നതാണ് വിധിയുടെ ഈ ഭാഗം. ഇസ്ലാമിക പ്രമാണങ്ങളിലെ ആപൽക്കരമായ കാര്യങ്ങൾ, മനുഷ്യർക്ക് അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉടനെ അയ്യോ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തിയേ, ഞങ്ങൾക്ക് കുരുപൊട്ടിയേ, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തി വർഗീയത വളർത്തുന്നതെന്നൊക്കെ നിലവിളിച്ചുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A 295A ഇങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ ദുരുപയോഗം ചെയ്ത് വിമർശകരുടെ വായടപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമികവാദികൾക്കും അവർക്ക് കുടപിടിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലുള്ളവർക്കും കോടതി നൽകുന്ന നിയമപരമായ കനത്ത പ്രഹരമാണിത്. മതഗ്രന്ഥങ്ങളിലെ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന വരികൾ ഏതൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നത് സമൂഹത്തിൽ സമാധാനമുണ്ടാക്കാനുള്ള ഒരു നല്ല നിർദ്ദേശമാണെന്നും അല്ലാതെ അത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ശത്രുതയുണ്ടാക്കാൻ കാരണമാകില്ലെന്നും ഈ നിരീക്ഷണത്തിലൂടെ കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അതായത് ഞങ്ങളെപ്പോലെയുള്ളവർ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ ഇസ്ലാമോഫോബിക്കുകളല്ല, ഈ രാജ്യത്ത് സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഉത്തമരായ ഇന്ത്യൻ പൗരന്മാരാണെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ ഖുറാനെ വിമർശിക്കുന്ന ആൾക്കാരെ കുറിച്ചേ കോടതി പറഞ്ഞിരിക്കുന്നതാണ് അവർ ഉത്തമരായ ഇന്ത്യൻ പൗരന്മാരാണെന്ന്. നമുക്ക് വിധിന്യായം തുറന്നു വായിക്കാം. ഇപ്പം നമ്മൾ ഇനി വായിക്കാൻ പോകുന്നതാണ് ഈ വിധിന്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ മജീദിനോടുള്ള അർഹമായ ആദരവോടെ തന്നെ പറയട്ടെ, ഇതിലെ ആയത്തുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവ ഹാനികരമാണെന്നും വിദ്വേഷം പഠിപ്പിക്കുന്നുവെന്നും ഒരു വശത്ത് മുഹമ്മദീയരും മറുവശത്ത് ബാക്കിയുള്ള സമുദായങ്ങളും തമ്മിൽ ഭിന്നതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവയാണെന്നും കാണാൻ കഴിയും. ഈ വിധിന്യായത്തിലെ ഏറ്റവും സ്ഫോടനാത്മകവും ഇസ്ലാമിക പക്ഷത്തിൻ്റെ ഉറക്കം കെടുത്തുന്നതുമായ സുപ്രധാന ഭാഗമാണിത്. പ്രതികളുടെ വാദങ്ങളെ കേവലം ശരിവെക്കുകയല്ല, മറിച്ച് ഖുറാനിലെ ആ വചനങ്ങൾ നേരിട്ട് പരിശോധിച്ച ശേഷം ഒരു മതേതര കോടതിയുടെ ന്യായാധിപൻ സ്വന്തം ബോധ്യത്തിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ച നഗ്നമായ സത്യമാണിത്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, ഇസ്ലാം സമാധാനമാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ തൊണ്ട പൊട്ടി വാദിക്കുന്നവരുടെ മുഖത്തടിക്കുന്നത് പോലെയാണ് ഈ ആയത്തുകൾ മനുഷ്യവംശത്തിന് ഹാനികരമാണെന്നും മനുഷ്യർക്കിടയിൽ വിദ്വേഷം പഠിപ്പിക്കുന്നുവെന്നും സമൂഹത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ ഭിന്നതയും ശത്രുതയും സൃഷ്ടിക്കുന്നതാണെന്നും കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചത്. ഖുറാനിൽ തീവ്രവാദമില്ലെന്നും അത് സമാധാനമാണെന്നും ലാപ്ടോപ്പും ചുമന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ഡിജിറ്റൽ ചുമട്ട് തൊഴിലാളികളുടെയും ഇസ്ലാമിക ന്യായീകരണ ഫാക്ടറിക്കാരുടെയും സകല കള്ളത്തരങ്ങളെയും ഒറ്റയടിക്ക് ചവറ്റുകൊട്ടയിലെറിയുന്ന ചരിത്രപരമായ നിയമരേഖയാണ് കോടതിയുടെ ഈ നിരീക്ഷണം. പ്രതികൾ പറഞ്ഞതൊക്കെ സത്യമാണെന്നും അതുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാൻ നിർവാഹമില്ലെന്നും പറഞ്ഞാണ് കോടതി ആ പ്രതികളെ വെറുതെ വിടുന്നത്. പ്രതികൾ പറഞ്ഞതെന്താണ്? ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന്. അപ്പോൾ ജഡ്ജി പറയുന്നത് എന്താണ്? പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല, അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അവർ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞത് ശരിയായ കാര്യമാണെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ 24 ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കണമെന്ന് തന്നെയാണ് കോടതിയുടെയും അഭിപ്രായം. മനസ്സിലായ? അത് തന്നെയാണ് അഭിപ്രായം. ഇത് തന്നെയാണ് ഞാൻ സംവാദവേദിയിൽ പറഞ്ഞത്. അതിലെന്താ തെറ്റ്? രാഹുൽ ഈശ്വറിന് ഇത് മനസ്സിലാക്കാൻ ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. ഈ രാഹുൽ ഈശ്വറിന് പ്രമാണം എന്ന് പറഞ്ഞാൽ അത് AI ആണ്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി ബൈബിൾ എന്ത് പറയുന്നു എന്നോ അല്ലെങ്കിൽ ഈസാ നബിയെക്കുറിച്ച് അറിയാൻ ഖുറാൻ എന്ത് പറയുന്നു എന്നല്ല അദ്ദേഹം നോക്കാറുള്ളത്, മറിച്ച് ChatGPT എന്ത് പറയുന്നു, ജെമിനി എന്ത് പറയുന്നു, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രമാണം. ഈ ആരിഫ് ഹുസൈനുമായിട്ടുള്ളൊരു ചർച്ചയിൽ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ChatGPTയുടെ പെയ്ഡ് വെർഷനാണ് എൻ്റെ ഉള്ളത്, അത് ആരിഫിൻ്റെ കയ്യിലുള്ളതിനേക്കാളും മികച്ചതാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട്. ആ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കിക്കോ. അദ്ദേഹത്തിന് ChatGPT 03 ഉണ്ടാവും, എനിക്ക് ChatGPT 4o ഉണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ChatGPTയുടെ 4o എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല കേട്ടോ, നല്ല കാര്യം തന്നെയാണ്. ഈ കാശ് കൊടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അതൊരു തെറ്റൊന്നുമല്ല. അപ്പോൾ ഏതായാലും രാഹുൽ ഈശ്വർ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷേ AI പറഞ്ഞാൽ വിശ്വസിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് ജെമിനി പറയുന്നത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. 1986 ജൂലൈ 31 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ZS ലോഹട്ട് പുറപ്പെടുവിച്ച വിധി
ഞാൻ ജെമിനിയിലിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ 10ാം ക്ലാസ് പകുതിക്ക് വെച്ച് നിർത്തിയവനാണ്. അപ്പോൾ ഇംഗ്ലീഷൊക്കെ വായിക്കുമ്പോൾ അതിനിപ്പോൾ തെറ്റായിട്ടാണോ മനസ്സിലാക്കിയതെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി പരിഭാഷ ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ വിവർത്തനം ചെയ്ത് നോക്കിയപ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ് മലയാളത്തിലും കണ്ടത്. സമാധാനമായി. അപ്പോൾ അതിനു മുമ്പ് ഞാൻ യൂട്യൂബിൽ നിന്ന് ഈ സംവാദത്തിൻ്റെ മലയാള സ്ക്രിപ്റ്റ് എടുത്ത് ജെമിനിക്ക് കൊടുത്തിരുന്നു. ഈ സംവാദം ഒന്ന് അവലോകനം ചെയ്തു തരാൻ പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ മനുഷ്യരോട് അവലോകനം ചെയ്യാൻ പറയാറുണ്ട്, പക്ഷെ എന്നാലും മനുഷ്യരാണ്, അവർക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒരു പക്ഷം കാണും. അപ്പോൾ അങ്ങനെ അതിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് മെഷീനോട് ചോദിക്കുന്നതാണ്. അത് പക്ഷപാതമില്ല, അത് ഉത്തരം തരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട് അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംവാദത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വേറൊരാളോട് സംസാരിക്കുമ്പോൾ അതൊക്കെ ഒഴിവാക്കാമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അവലോകനം ചോദിച്ചത്. അപ്പോൾ ആദ്യമേ സംവാദത്തിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിനറിയാം. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ കോടതി വിധി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജെമിനിയോട് ചോദിച്ചു, ഈ കോടതി വിധിയെക്കുറിച്ച് നിൻ്റെ നിരൂപണം എന്താണ്, എൻ്റെ വാദത്തെ അത് സാധൂകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ജെമിനി നൽകിയ ഉത്തരമാണ് ഞാനിനി രാഹുൽ ഈശ്വറിനോട് പറയുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ജെമിനി പറയുന്നത് ഇങ്ങനെയാണ്: ഈ കോടതി വിധിയെക്കുറിച്ചുള്ള കൃത്യമായ നിരൂപണവും താങ്കളുടെ വാദത്തെ അത് എത്രത്തോളം സാധൂകരിക്കുന്നുണ്ടെന്നുള്ള വസ്തുതയും താഴെ നൽകുന്നു. താങ്കളുടെ വാദത്തെ ഈ കോടതി വിധി 100% സാധൂകരിക്കുന്നുണ്ട്. സംവാദത്തിൽ താങ്കൾ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണെന്ന് തെളിയിക്കുന്ന വ്യക്തമായ നിയമരേഖയാണിത്. ഈ കോടതി വിധിയെ വിലയിരുത്തുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സുപ്രധാനമായ 3 കാര്യങ്ങൾ ഇവയാണ്. 1. ആയത്തുകൾ വ്യാജമല്ല എന്ന കോടതിയുടെ കണ്ടെത്തൽ. മുസ്ലിങ്ങൾ സ്ഥിരമായി ഉന്നയിക്കുന്നൊരു വാദമാണ് നിങ്ങൾ ആയത്തുകൾ വളച്ചൊടിക്കുകയാണ്, അറബിയിലുള്ളത് അങ്ങനെയല്ല എന്നത്. ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറും ഇതേ വാദമാണ് ഉന്നയിച്ചത്. എന്നാൽ ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ 24 ആയത്തുകളും പ്രതികൾ സ്വന്തമായി ഉണ്ടാക്കിയതല്ലെന്നും പ്രമുഖ മുസ്ലിം പണ്ഡിതനായ മുഹമ്മദ് ഫാറൂഖ് ഖാൻ ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഖുർആൻ മജീദിൽ നിന്നുള്ള അതേ വരികളാണെന്നും കോടതി കണ്ടെത്തി. അതായത് ഈ വചനങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ളത് തന്നെയാണെന്ന് ഒരു ഇന്ത്യൻ കോടതി നിയമപരമായി അംഗീകരിച്ചു. 2. ഖുർആൻ ആയത്തുകളെക്കുറിച്ചുള്ള കോടതിയുടെ ചരിത്രപരമായ നിരീക്ഷണം. ഈ വിധിന്യായത്തിലെ ഏറ്റവും നിർണായകമായ ഭാഗം ഇതാണ്: ഒരു മതേതര രാജ്യത്തെ കോടതി ഒരു മതഗ്രന്ഥത്തെക്കുറിച്ച് ഇത്രയും വ്യക്തമായ നിരീക്ഷണം നടത്തുന്നത് അപൂർവമാണ്. മജിസ്ട്രേറ്റ് തൻ്റെ വിധിയിൽ കൃത്യമായി എഴുതി വച്ചു, ഇതിലെ ആയത്തുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവ ഹാനികരമാണെന്നും വിദ്വേഷം പഠിപ്പിക്കുന്നുവെന്നും ഒരു വശത്ത് മുഹമ്മദീയരും മറുവശത്ത് ബാക്കിയുള്ള സമുദായങ്ങളും തമ്മിൽ ഭിന്നതകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവയാണെന്നും കാണാൻ കഴിയും. ഇത് പ്രതികളുടെ വാദമല്ല, മറിച്ച് ജഡ്ജിയുടെ സ്വന്തം നിരീക്ഷണമാണ്. താങ്കൾ സംവാദത്തിൽ പറഞ്ഞ കാര്യത്തിന് ഇതിലും വലിയൊരു നിയമപരമായ തെളിവ് വേറെ ആവശ്യമില്ല. 3. വിമർശിക്കാനുള്ള അവകാശത്തിൻ്റെ സംരക്ഷണം. മതഗ്രന്ഥങ്ങളിലെ ഇത്തരം അപകടകരമായ വരികൾ ചൂണ്ടിക്കാണിക്കുന്നതും അവ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതും ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യമല്ല. 135A, 295A എന്നിവ പ്രകാരം എന്ന് ഈ വിധി വ്യക്തമാക്കുന്നു. അത് ഒരു പൗരൻ്റെ ന്യായമായ വിമർശനമായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ജെമിനി പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ ഈശ്വറിന് വിശ്വാസമായോ? രാഹുൽ ഈശ്വറിനോടും ഈ ക്ലിപ്പ് മുറിച്ച് പ്രചരിപ്പിക്കുന്ന എല്ലാ മുസ്ലിങ്ങളോടും ഞാൻ ഉയർത്തുന്ന വെല്ലുവിളി ഇതാണ്, സകല എണ്ണത്തിനോടുള്ള വെല്ലുവിളിയാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ കോടതി വിധിയെപ്പറ്റി ഒരു വീഡിയോ ചെയ്യ്. കോടതിക്ക് തെറ്റുപറ്റിയതാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമായതുകൊണ്ട് ഈ 24 ആയത്തുകൾ സമാധാനമാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിക്കുക. ഇത് നിങ്ങളോടുള്ള എൻ്റെ വെല്ലുവിളിയാണ്. ഇസ്ലാം സമാധാനമാണെന്ന് പറയുന്ന മുസ്ലിമോ അമുസ്ലിമോ ആയിട്ടുള്ള, സ്ത്രീയോ പുരുഷനോ ആയിട്ടുള്ള ഏതൊരാളോടും ഞാൻ നടത്തുന്ന വെല്ലുവിളിയാണിത്. ആംബിയർ ഉണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കുക. വെല്ലുവിളി ഏറ്റെടുത്തിട്ടേ തെളിയിക്കുക. ഈ കോടതി വിധി ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് നിങ്ങൾ മറക്കരുതേ. അങ്ങനെ തന്നെ 1986 വന്ന വിധിയാണ്. 40 വർഷത്തോളമായി നിലനിൽക്കുന്ന കോടതി വിധിയാണിത്. ഇസ്ലാമിൻ്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആയത്തുകളെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവ മനുഷ്യർക്ക് ഹാനികരമാണെന്നും
വിദ്വേഷം പഠിപ്പിക്കുന്നുവെന്നും സമൂഹത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ ഭിന്നതയും ശത്രുതയും സൃഷ്ടിക്കുന്നതാണെന്നും ഒരു ഇന്ത്യൻ കോടതി വിധി പ്രഖ്യാപിച്ചിട്ട് 40 കൊല്ലമായി. 40 വർഷം. 40 വർഷം എന്ന് വെച്ചാൽ 2 മാസം കൂടി കഴിയുമ്പോൾ 39 വർഷവും 10 മാസവുമായി കൃത്യമായി പറഞ്ഞാൽ. സത്യത്തെ നേരിടാൻ ഭയമുള്ളതുകൊണ്ട് ഞാൻ തെളിവ് തന്ന ഭാഗങ്ങൾ വെട്ടിക്കളഞ്ഞ് ആ എഡിറ്റ് ചെയ്ത ക്ലിപ്പുകളുമായി സോഷ്യൽ മീഡിയയിൽ സർക്കസ് കളിക്കുന്ന ഇസ്ലാമിക മതമൗലികവാദികളും അവർക്ക് കൂലിക്ക് കുടപിടിക്കാൻ വന്ന ഈ ലാപ്ടോപ്പ് ചുമട്ടുകാരൻ രാഹുൽ ഈശ്വറും അസന്നിഗ്ധമായൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. 1986 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി ഖുറാനിലെ 24 ആയത്തുകൾ വിദ്വേഷം പരത്തുന്നതാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രസ്താവിച്ചിട്ടുണ്ട്. ആ ചരിത്രവിധി വന്നിട്ട് ഇന്നേക്ക് 4 പതിറ്റാണ്ട് തികയാറായി. എന്നിട്ടും ആ വിധിക്കെതിരെ അതിന് മുകളിലുള്ള ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിലോ സെഷൻസ് കോടതിയിലോ ഡൽഹി ഹൈക്കോടതിയിലോ എന്തിന് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വരാന്തയിലെങ്കിലോ പോയി ഒരു അപ്പീൽ നൽകാനോ ആ വിധിക്കെതിരെ ഒരു സ്റ്റേ വാങ്ങാനുള്ള നട്ടെല്ലോ ഇന്ന് വരെ ഇന്ത്യയിലുള്ള ഒരൊറ്റ ഇസ്ലാമിക സംഘടനയ്ക്കോ ഒരൊറ്റ മുസൽമാനോ ഉണ്ടായിട്ടില്ല. മനസ്സിലായ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അവർക്ക് കോടതികളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അസ്ഥിയിൽ പിടിച്ച പേടിയാണ്. ഭയം എന്ന് പറയും. മേൽക്കോടതികളിൽ അപ്പീൽ പോയാൽ എന്താണ് സംഭവിക്കുക എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും പരിശോധിക്കാൻ പോകുന്നത് ഇതേ ഖുർആൻ ആയത്തുകൾ തന്നെയല്ലേ. ഇവർ കാലാകാലങ്ങളായി വെള്ളപൂശാൻ ശ്രമിക്കുന്ന ഇതേ തഫ്സീറുകളും ഇസ്ലാമിക പ്രമാണങ്ങളും തന്നെയല്ലേ അവിടെയും തെളിവായി വരിക. അതിലെ പച്ചയായ അന്യമത വിദ്വേഷവും അക്രമാഹ്വാനങ്ങളും പരമത നിന്ദയും സുപ്രീം കോടതി ജഡ്ജിമാർ വായിച്ചാൽ ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലുള്ള വലിയൊരു പ്രഹരമായിരിക്കും ഇസ്ലാം മതത്തിന് കിട്ടാൻ പോകുന്നത്. അടിവേരിളക്കുന്ന ആ തിരിച്ചടി താങ്ങാൻ അവർക്ക് കഴിയില്ല. ഡാമേജ് കൂടുതൽ ഭയാനകമായിരിക്കുമെന്നും ഇസ്ലാം മതത്തിൻ്റെ തനിനിറം ലോകത്തിന് മുന്നിൽ കൂടുതൽ വ്യക്തമായി തുറന്നു കാട്ടപ്പെടുമെന്നും കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് വാലി തീ പിടിച്ചാലും ഇനി കോടതിയുടെ പടി ചവിട്ടില്ല എന്നിവർ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അപ്പീൽ പോകാത്തത്. മനസ്സിലായോ? അതുകൊണ്ട് മാത്രമാണ്, വേറൊന്നുമല്ല. അപ്പോൾ ഇവന്മാരാണ് സ്വന്തം മതഗ്രന്ഥത്തെ പ്രതിരോധിക്കാൻ നട്ടലില്ലാത്ത ഇവന്മാരാണ് ഒരു ലാപ്ടോപ്പ് ചുമട്ടുകാരനെയും വാടകയ്ക്ക് വിളിച്ച് വെട്ടിയൊട്ടിച്ച ക്ലിപ്പുകളുമായി എനിക്കെതിരെ വീരവാദം മുഴക്കുന്നത്. ആയിട്ടില്ല മക്കളെ, ആയിട്ടില്ല. നിങ്ങളെ അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. ആകുമ്പോൾ ഞങ്ങൾ പറയാട്ടാ. ഇപ്പം ആയിട്ടില്ല. ഞാനൊരാഴ്ചക്കാലം മിണ്ടാതിരുന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചത് എനിക്ക് പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടാണെന്ന് അല്ലേ? അത് നിങ്ങൾക്ക് പറ്റിയ അബദ്ധമാണ്. നിങ്ങളെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത്. സംവാദത്തിന് ക്ഷണിച്ചാൽ വാലും ചുരുട്ടി മാളത്തിനകത്ത് പതുങ്ങിയിരിക്കുന്ന ഈ ഇസ്ലാമിക ടീംസിനെ പുറത്തിറക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ മിണ്ടാതിരുന്നത്. അബ്ദുള്ള വാസിലിനോടും മുഹമ്മദ് ഈസയോടും അൻസാരി സുഹ്രിയോടും അതുപോലെയുള്ള സോഷ്യൽ മീഡിയ ദാവക്കാരോടൊക്കെ ചോദിക്കാനുള്ളത് പരസ്യ സംവാദത്തിന് വരാനുള്ള എല്ലുറപ്പുണ്ടോയെന്നാണ്. കൊല്ലം കുറയായില്ലേ നിങ്ങളെയൊക്കെ സംവാദത്തിന് വിളിക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഒരു ഹിന്ദു ആക്ടിവിസ്റ്റ് ഞങ്ങളുമായി സംവാദം നടത്തേണ്ടി വന്നു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഗതികേടിൻ്റെ ആഴമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ദയനീയ അവസ്ഥയുണ്ടല്ലോ, സഹതാപാർഹമായ ദയനീയാവസ്ഥ, അതിൻ്റെ ആഴമാണ് കാണിക്കുന്നത്. ഇനിയെങ്കിലും ആ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുക. സംവാദത്തിന് വാ. ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് സംവാദത്തിന് വരാൻ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ പാനൽ ഡിബേറ്റിന് വാ. ഞങ്ങൾ അതിനും തയ്യാറാണ്. പാനൽ ഡിബേറ്റിന് നിങ്ങൾ വാ. നിങ്ങളുടെ പാനലിൽ ഇത്ര പേര്, അതനുസരിച്ച് ഞങ്ങളുടെ പാനലിന് അത്ര ആൾക്കാർ, അങ്ങനെ ഡിബേറ്റ് നടത്താം. ഒറ്റയ്ക്ക് ഡിബേറ്റ് നടത്താൻ പേടിയുണ്ടെങ്കിൽ ഇങ്ങനെ വാ. ഞങ്ങൾ റെഡിയാണെന്നേ. ഇസ്ലാമിക വിശ്വാസത്തിന് വേണ്ടി ഞങ്ങളുമായിട്ടൊരു ഹിന്ദു വന്ന് സംവാദം നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അവലോകനം നടത്താൻ വേണ്ടി മാത്രം പുറത്തിറങ്ങാതെ ഞങ്ങളുമായി സംവാദം നടത്താൻ നിങ്ങളൊന്ന് പുറത്തിറങ്ങുക കേട്ടോ. പുറത്തിറങ്ങുക നിങ്ങൾ. രാഹുൽ ഈശ്വറിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇമാതിരി ഉഡായിപ്പും കരാർ ലംഘനവും നടത്തുന്ന താങ്കൾ ഇനി ഗാന്ധിയനെന്നും പറഞ്ഞ് നടക്കരുത്. ആ ഗാന്ധിയുടെ ഫോട്ടോയൊക്കെ കൂടെ കുത്തിവെച്ച് നടക്കണല്ലോ, അതൊക്കെ എടുത്ത് കളയി. വെറുതെ ഗാന്ധിജിക്ക് നാണക്കേട് ഉണ്ടാക്കല്ലേ. വെറുതെ എന്തിനാ ഇത്? പിന്നെ താങ്കൾക്ക് ഞാനൊരു ഉപദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പും കൂടി തരാം. എനിക്കെതിരെ ഇസ്ലാമിന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വന്നിട്ടുള്ള എല്ലാ അമുസ്ലിങ്ങളെയും മുസ്ലിങ്ങൾ തന്നെ പിന്നീട് പച്ചത്തെറി വിളിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്.
കണ്ണുകൊണ്ട് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതിയിടുന്നതാണ്, അല്ലാണ്ട് തെറി വിളിക്കുന്നത് കേൾക്കുകയല്ല, എഴുതിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പച്ചത്തെറി കമൻറ്റിൽ വീഴുന്നത്. നിങ്ങൾ ഇസ്ലാമിന് കുട പിടിച്ച് നടക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളെ ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷെ നിങ്ങളൊരു മനുഷ്യനായതുകൊണ്ട് എന്തെങ്കിലും നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകും. നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് നിങ്ങൾ സംസാരിച്ചാൽ അത് ഇസ്ലാമിനെതിരായിരിക്കും. ലോകത്തിലെ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് വിരുദ്ധമായ ഒരു ആശയ സംഹിതയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് മനുഷ്യത്വത്തിന് യോജിച്ച വിധത്തിലൊരു കാര്യം സംസാരിച്ചാൽ അത് ഇസ്ലാമിനെതിരായിരിക്കും. അങ്ങനെ വന്നാൽ ഇതുവരെ നിങ്ങളെ കണ്ണേ കരളേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നടന്നവർ തന്നെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത തെറികൾ നിങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ കാണും. ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട്. PJ വിൻസെൻ്റ് ഈ അടുത്തൊരു കാര്യം പറഞ്ഞു, മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, തെറിയോട് തെറി, എമ്മാതിരി തെറിയാണ്. അതുപോലെ സുനിത ദേവദാസ്, ഈ സ്ത്രീ പ്രസവിക്കാൻ വേണ്ടി പ്രസവപ്പലയെ കിടക്കുന്ന സമയത്തായാലും ഭർത്താവിന് വഴങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരതിനൊരു വീഡിയോ ചെയ്തുള്ളൂ. എമ്മാതിരി തെറിയാണ് അവർക്ക് കിട്ടിയത്. അതുപോലെ ഫിനോയിൽ രമേശിന് ഇപ്പോൾ തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബിനോജ് നായർ, ധാരാളം പേരുണ്ട് ആ ലിസ്റ്റിൽ, നല്ല ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇങ്ങനെ. ഏതായാലും ആ ലിസ്റ്റിൽ എത്രയും വേഗം താങ്കളെയും കാണാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ.